കശ്മീരിൽ 26 ജീവനുകൾ പൊലിഞ്ഞിട്ട് ഇന്നേക്ക് മൂന്നാം ദിനം. പഹൽഗാമിലെത്തിയ NIA തെളിവുകൾ ശേഖരിക്കുകയാണ്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയും NIA രൂപീകരിച്ചിട്ടുണ്ട്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ട 200 പേരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു. ഭീകരാക്രമണത്തിൽ പങ്കാളികളായ പ്രാദേശിക ഭീകരരുടെ വീടുകൾ സൈന്യം തകർത്തു. മകൻ കുറ്റവാളിയാണെങ്കിൽ തൂക്കിലേറ്റു എന്നാണ് ആദിൽ ഹുസൈൻ തോക്കറുടെ മാതാവ് പറഞ്ഞത്. ലഷ്കർ കമാൻഡർ അൽത്താഫ് ലല്ലിയെ സുരക്ഷാസേന വധിക്കുകയും ചെയ്തു. പാകിസ്ഥാനെതിരെ പടക്കോപ്പുകൾ തിരിച്ചു കഴിഞ്ഞു. യുദ്ധവിമാനങ്ങൾക്ക് പുറമെ അറബിക്കടലിൽ പടക്കോപ്പലുകൾ വിന്യസിച്ചിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ഒറ്റക്കെട്ടായി സാഹചര്യം നേരിടണമെന്ന് പരിക്കേറ്റവരെ സന്ദർശിച്ച് രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു. ഇതിനിടെ ആക്രമണം നടത്തിയ ഭീകരരെ സ്വാതന്ത്ര്യ സമര സേനാനികളായി വാഴ്ത്തുകയാണ് പാകിസ്ഥാൻ. അതിർത്തി അശാന്തമാകുമ്പോൾ 26 ജീവനെടുത്ത ഭീകരർ എവിടെയെന്നതാണ് ചോദ്യം. ഡോക്ടർ ജി ഗോപകുമാർ രാഷ്ട്രീയ വിദഗ്ധനും മുൻ കേന്ദ്ര സർവകലാശാല VC-യുമാണ്. അദ്ദേഹം തയ്യാറാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ലീഗ് പ്രതിനിധി, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് BJP പ്രതിനിധി, ഡോക്ടർ മോഹൻ വർഗീസ് വിദേശകാര്യ വിദഗ്ധൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ശ്രീ നിർമ്മൽ എബ്രാഹിം കൂടിയുണ്ട്, വിദേശകാര്യ വിദഗ്ധൻ. ആദ്യം ശ്രീ ജി ഗോപകുമാറിലേക്കാണ് പോകുന്നത്. ശ്രീ ഗോപകുമാർ, ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണല്ലോ. കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നതതല യോഗം ഒരു വശത്ത് ചേരുന്നു. കരസേനാ മേധാവി കശ്മീരിലെത്തുന്നു, ആലോചനകൾ നടത്തുന്നു, NIA പരിശോധനകൾ നടത്തുന്നു, തിരച്ചിലിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നു. പക്ഷേ ആക്രമണം നടത്തിയ ആ 4 ഭീകരർ, അത് 5 എന്നും പറയുന്നു. ആ ഭീകരരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എന്താണ് രാജ്യത്തിൻ്റെ ആശങ്ക ഇപ്പോൾ? നമ്മൾ ജാഗ്രതയോടുകൂടി തന്നെയാണ് വളരെ വ്യക്തമായ പദ്ധതികളായി മുന്നോട്ട് പോവുകയാണ്. കാരണം 2019 ഒരു യൂണിയൻ ടെറിട്ടറി ആയതിനു ശേഷം കാശ്മീരിൽ പാകിസ്ഥാനോ അവരുടെ സ്പോൺസർ ചെയ്ത തീവ്രവാദികൾക്കോ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ആക്രമണം നടത്താനോ അവിടെ അശാന്തി പടർത്താനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. കാശ്മീരിലും ജമ്മുവിലുമെല്ലാം പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് ശാന്തത കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. ആ നോർമൽസി വന്നപ്പോൾ തന്നെ സമ്പദ്ഘടനയും മാറി, കൃഷിയും ടൂറിസവും വിനോദ മേഖലയുമെല്ലാം നന്നായിട്ട് പുഷ്ടി പ്രാപിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ 3 ദിവസം മുമ്പ് നിരപരാധികളായ സന്ദർശകർക്ക് നേരെ തീവ്രവാദികൾ വെടിയുയർത്തിയത്. ഇപ്പോൾ രാജ്യത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഇത് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മനുഷ്യഹീനമായൊരു പ്രവൃത്തിയാണ് ചെയ്തത് എന്നുള്ളതിൽ ഒരു ലോകാഭിപ്രായം തന്നെ നമുക്ക് അനുകൂലമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. 2 തരത്തിലുള്ള നടപടികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്ന് തന്ത്രപരമായ നടപടികളാണ്. അത് നയതന്ത്രവുമായി ബന്ധപ്പെട്ടതാണ് കൂടുതലും കാണിച്ചിരിക്കുന്നത്. അത് പാകിസ്ഥാനെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യും, വല്ലാത്ത ബുദ്ധിമുട്ടിലാക്കും. പാകിസ്ഥാന് സിന്ധ് നദീജല കരാറിൽ നിന്ന് ലഭിച്ചിരുന്ന ആശ്വാസങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവിടുത്തെ സമ്പദ്ഘടനയെ ബാധിക്കുമെന്നുള്ളതിന് തർക്കമില്ല. ബാക്കി എല്ലാ രീതിയിലും നമ്മളെടുത്ത നടപടികളെല്ലാം നമുക്കിനി ഒരു കോംപ്രമൈസ് ഇല്ല ഇക്കാര്യത്തിൽ. അത് ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞ ശക്തമായ ഡെറ്ററൻസ്. ഈ ഡെറ്ററൻസ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അഗ്രസീവായ ആക്രമണോത്സുകമായ ഒരു പ്രതിരോധമാണ് നമ്മൾ നടത്തുന്നത്. വെറുതെ പ്രതിരോധിക്കുകയല്ല, അതൊരു പണിഷ്മെൻറ്റ് കൊടുത്തുകൊണ്ടുള്ള പ്രതിരോധമാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ് എന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ വെറുതെ ഡിഫെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദികൾ എവിടെയുണ്ടോ അവിടെ കയറി ആക്രമിക്കുക എന്നുള്ളതാണ്. അത് കാശ്മീരിലായാലും പാകിസ്ഥാനിലായാലും നമ്മളത് ടാർഗറ്റ് ചെയ്യണം. ഇത് പറയുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന മറ്റ് പല ഘടകങ്ങളുണ്ട്. പാകിസ്ഥാൻ്റെ ആഭ്യന്തര സ്ഥിതി എത്ര മോശമാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ബലൂചിസ്ഥാൻ്റെ അവസ്ഥ, പാകിസ്ഥാനെതിരെ ശക്തമായ ആക്രമണം, ആഭ്യന്തര കലാപം അവിടെ ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാൻ താലിബാൻ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പാകിസ്ഥാനെ ബാധിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണ് പട്ടാളം ഇത്തരം തീവ്രവാദം അതിർത്തി പ്രദേശങ്ങളിൽ ചെയ്യുന്നതും നുഴഞ്ഞുകയറ്റം വീണ്ടും തുടരാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധ തിരിക്കുന്നതാണ് എന്നുള്ള വിശകലനം ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഡോക്ടർ ജി ഗോപകുമാർ,
പക്ഷേ നോക്കൂ, ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ നമുക്കൊപ്പമാണ്. അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചു. അത് ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ. ഇപ്പോൾ ബ്രിട്ടന്റെ പിന്തുണയുമുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ പക്ഷേ ഇരു രാഷ്ട്രങ്ങളോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇനി അങ്ങോട്ട് ഇന്ത്യ എങ്ങനെ പെരുമാറണം എന്നുള്ളതിൽ കൃത്യമായൊരു നിർദ്ദേശമായി അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ തീരുമാനം, അതിൽ വേൾഡ് ബാങ്ക് എടുക്കുന്ന നിലപാട് കൂടി ഒരു നിർണായകമായ കാര്യമാകില്ലേ? ആദ്യത്തേത് ഐക്യരാഷ്ട്രസഭയെക്കുറിച്ച് പറഞ്ഞാൽ ഇത്രയും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ ഒരു അന്താരാഷ്ട്ര സംഘടന ആയിപ്പോയതിലുള്ള ദുഃഖമാണ് നമുക്കുള്ളത്. അന്താരാഷ്ട്ര സംഘടന ഉക്രൈൻ യുദ്ധം നടക്കുമ്പോഴും പാലസ്തീനിലെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും എത്രയോ പ്രാദേശിക യുദ്ധങ്ങളും സംഘടനയും നടക്കുമ്പോഴെല്ലാം വളരെ ഒരു റബ്ബർ സ്റ്റാമ്പായി മാറുന്ന ഒരു സാഹചര്യമാണ്. അന്തർദേശീയ തലത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് മാത്രമായിട്ട് ലോകം ഒരു യൂണിപോളർ വേൾഡിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, ഒരർത്ഥത്തിൽ കലുഷിതമായ സാഹചര്യമുണ്ടെങ്കിലും മൾട്ടിലാറ്ററൽ വേൾഡ് ലോകമാണ് കുറച്ചുകൂടി ബഹുമുഖ ലോകത്തിലേക്കാണ് രാജ്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ഇതിനകത്ത് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ പ്രശ്നമാകുമെന്ന്. കാരണം നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തന്ത്രപരമായി നമ്മൾ ഐക്യരാഷ്ട്രസഭയിലും ഇടപെടും. അതോടൊപ്പം തന്നെ പഴയ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമി തുടരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഐക്യരാഷ്ട്രസഭ നമ്മളെ കൂടെ വേണം നിൽക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മളെ ഇങ്ങനെ ആക്രമിക്കുന്നൊരു സാഹചര്യം. ഇപ്പോൾ പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങളിത് 10-30 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് കാശ്മീരിലെ സ്വതന്ത്ര പോരാളികളെന്നാണ് പറയുന്നത്. അവരുദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം അവരുടെ പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരിൽ പോലും ഇല്ലാതിരിക്കുമ്പോൾ ഇന്ത്യൻ കാശ്മീരിലേക്ക് വന്ന് അവർ ഇവിടെ സ്വതന്ത്ര പോരാളികളെ നടത്തുന്നു എന്ന് പറയുന്നത് വളരെ ബോഷ്കായ ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ 6 വർഷത്തിന് ശേഷം ഇതൊരു യൂണിയൻ ടെറിട്ടറിയായി മാറി. നമുക്ക് വ്യക്തമായ നിലപാടുണ്ട്. 370 ആർട്ടിക്കിൾ ദുർബലപ്പെടുത്തി കാശ്മീർ ഇന്ന് രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പ്രത്യേകിച്ച് അവിടെ മിലിറ്റൻസ് ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും കിട്ടാനുമില്ല. ദേശീയ തലത്തിൽ ഒരുപാട് വികസനം അവിടെ കൊണ്ടുവന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവന്നു, പുതിയ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവന്നു, സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നു. അവിടെ റോഡും മറ്റുമൊക്കെ നന്നായിട്ട് പുരോഗതി. ജനങ്ങൾക്കതിൻ്റെ ഗുണം മനസ്സിലാവുകയും അതിനോടൊപ്പം തന്നെ ടൂറിസം വിനോദ മേഖല വളരെ ശക്തമായി മുന്നോട്ട് വന്ന് അവിടുത്തെ ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ ഇനിയാണ് വളരാൻ പോകുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് 2.5 കോടി ടൂറിസ്റ്റുകളാണ് ഈ കാശ്മീരിൽ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ നമ്മളോടൊപ്പമാണ്. അതാണ് ഒരു വ്യത്യാസം. ജനങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ഉണ്ടായിരുന്ന 5-6 വർഷമായിട്ടുണ്ടായിരുന്ന നല്ല സാഹചര്യത്തെക്കുറിച്ച് അവർ പറയുന്നുമുണ്ട്. അത് തകർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പാകിസ്ഥാനെതിരെയുള്ള മുദ്രാവാക്യം അവിടെ ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നത്. ഞാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നു. സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് ലീഗ് പ്രതിനിധി തന്നെയാണ്, ലീഗ് MP തന്നെയാണ് വിശദീകരിക്കുകയും ചെയ്തത് മലയാള മാധ്യമങ്ങളോട്. അതിൽ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് വേണം മുന്നോട്ട് പോകാൻ എന്നതാണോ പ്രധാനമായും പ്രതിപക്ഷം ഊന്നുന്നത്? ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകം ചെയ്തു? പ്രതിപക്ഷത്തിനുള്ള പറയാനുള്ള കാര്യങ്ങൾ പ്രതിരോധ മന്ത്രി എഴുതിയെടുക്കുകയും ചെയ്തിരിക്കുന്നു. അതിൽ സർക്കാർ ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നു എന്നൊരു നിലപാടുണ്ടോ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്? ഇല്ലല്ലോ. അല്ല, ഈ വിഷയത്തിൽ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും കൺസേൺ ഉള്ള ഒരു സബ്ജക്റ്റാണ്. ഞങ്ങളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു, 3-ാം ദിവസത്തേക്ക് നമ്മൾ നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് മുഴുവൻ ഈ പറഞ്ഞ 5-6 ആളുകൾ വന്നിട്ട് ഗൺ പോയിൻ്റ് വന്ന് രാജ്യത്തെ വെല്ലുവിളിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാമചന്ദ്രൻ്റെ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ക്രിമേഷന് ശേഷം ആ വീട്ടിലൊരു ബ്ലാങ്ക്നെസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് രാജ്യത്ത് മുഴുവൻ എല്ലാവർക്കും ഒരേപോലെ അഫക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് വലിയ കൺസേൺ ഉണ്ട്. കാരണം വലിയൊരു സുരക്ഷിതത്വം കൊടുക്കാൻ നമുക്ക് കഴിയണം രാജ്യത്തിന്. പിന്നെ ഈ 5-6 ആളുകൾ അവിടെ വന്ന് ഇത് ചെയ്തിട്ട് വളരെ സ്കോട്ട് ഫ്രീ ആയിട്ട് അവർക്ക് നമ്മുടെ രാജ്യത്തെ വെല്ലുവിളിച്ചിട്ട് പോകാൻ സാധിക്കുമെന്ന് അവർ കരുതരുത്. ഇപ്പോൾ തന്നെ കമാൻഡർ ആരെയൊക്കെ വധിച്ചിട്ടുണ്ട് എന്ന് വാർത്തകൾ വരുന്നുണ്ട്. എനിവേ ഇവരെ സ്പെയർ ചെയ്യാൻ പറ്റില്ല. പോയിന്റ് ബ്ലാങ്കിൽ രാമചന്ദ്രൻ്റെ മകളുടെയും കൊച്ചുമക്കളുടെയും മുമ്പിൽ വെച്ച് നെഞ്ചിലേക്ക് നിറയൊഴിച്ചപ്പോൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും നെഞ്ചിലേക്കാണ് നിറയൊഴിച്ചിരിക്കുന്നത്. അതുപോലെ എത്രയോ ആളുകൾ. അപ്പോൾ ഈ കൊലപാതകം ചെയ്ത ആളുകളെ നമ്മൾ എങ്ങനെയാണ് എപ്പോൾ ആൾ പിടിക്കപ്പെടുന്നത് അല്ലെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ആളുകളെ കണ്ടെത്തണം. പാകിസ്ഥാൻ്റെ കൈ തീർച്ചയായിട്ടും ഉണ്ടാകും, ISI ഉണ്ടാകും അതിനകത്ത്.
അതിൻ്റെയൊക്കെ തിരിച്ചടിക്കൽ അത്തരം ഇഷ്യൂസ് ഉണ്ടല്ലോ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യത്തിലൊക്കെ അത് നടത്തണം. അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ടൈമൊക്കെ ഫിക്സ് ചെയ്യട്ടെ, ഗവൺമെൻറ് പിന്നെ പ്രതിപക്ഷമായിട്ട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കട്ടെ, അതൊക്കെ. പക്ഷേ ഞങ്ങളുടെ കൺസേൺ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എത്രത്തോളം മുന്നേറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയും അവിടെ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സൊക്കെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ലാപ്സസ് ഉണ്ടായിരുന്നോ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൺസേൺ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനല്ല, ജനങ്ങൾ വറീഡായിപ്പോയി. കാരണം നമ്മൾ ഏറ്റവും അധികം സുരക്ഷിതമെന്ന് തോന്നുന്ന സ്ഥലത്ത് വന്നിട്ട് 4-5-6 ആളുകൾ വന്ന് നമ്മളെ വെടിവെച്ചിട്ടിട്ട് അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. ഞാനിപ്പോൾ അതിൻ്റെ ഗൂഗിളിൽ ഇങ്ങനെ നോക്കിയായിരുന്നു, നമുക്കതിനെക്കുറിച്ച് അവിടുത്തെ അതിർത്തികളെ കുറിച്ച് അറിയില്ല. പക്ഷേ ഒരു വശത്ത് വനപ്രദേശമാണ്, കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ലൈൻ ഓഫ് കൺട്രോളുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ തോന്നുമ്പോൾ വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ സഹോദരങ്ങളെ വെടിവെച്ചിട്ടിട്ട് പോയി രക്ഷപ്പെടാമെന്ന് കരുതുന്നു. അത് ഭയങ്കര ഹോണ്ടിങ് ആണ്, അത് വലിയ കൺസേൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മേലുള്ള നടപടികളെ കുറിച്ചിട്ടുള്ള അപ്ഡേഷനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് നമ്മളെല്ലാവരും വിളിച്ചു പറയണമെന്നല്ല, പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട ആളുകളും ഒന്നിച്ചാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. കൺസൾട്ടേഷൻ ഉണ്ടാകണം, ഇൻഫോംഡ് ആയിട്ട് ചെയ്യാവുന്ന കാര്യം ഇൻഫോംഡ് ആയിട്ട് ചെയ്യണം. അത് പാനിക് സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നമുക്ക് ഒരു കൺസേൺ ഉണ്ട്, അത് അഡ്രസ്സ് ചെയ്യപ്പെടണമെന്നാണ് പറഞ്ഞത്. പിന്നെ പ്രതിപക്ഷം പറഞ്ഞ ഒരു കാര്യത്തിൽ ഈ നമ്പർ ഓഫ് സോൾജേഴ്സിൻ്റെ എണ്ണം കുറച്ച വിഷയത്തിലൊക്കെ അതൊക്കെ ഒരു ലാർജർ ഇഷ്യൂ ആണ്. ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് മാത്രമല്ല, ലാർജർ ഇഷ്യൂ ആണ്. നമ്മുടെ സേഫ്റ്റിയെ എവിടെയെങ്കിലും ബാധിക്കുന്ന തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടോ, ആ കൺസേൺസ് ഒക്കെ റേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ഇത് തിരിച്ചടിക്കുകയാണ്. അത് നമ്മളെ ആളുകളെ ഈ പറഞ്ഞ 5-6 ആളുകൾ മാത്രമല്ല, അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളുകൾ, അവരുടെ സംഘടനകൾ, ISI, പാകിസ്ഥാൻ, എല്ലാത്തിനെയും ഒന്നിനെ പോലും സ്പെയർ ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു മൂഡിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ മറ്റ് കൺസേൺസിനെയും കൂടെ അത് മുന്നോട്ട് പോകുന്ന സമയത്ത് അഡ്രസ്സ് ചെയ്ത് പോകണം. ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ല. ഈ 2.5 ലക്ഷം ജനങ്ങൾ കഴിഞ്ഞ വർഷം പോയതും ഈ വർഷം പോയവരുമൊക്കെ അവരുടെ സേഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസിൽ പോയവരാണല്ലോ. അപ്പോൾ നാളെ ഇനിയും അത് വേണ്ട, നമ്മൾ ടൈറ്റൻ ചെയ്യണം, ഇത്തരം സ്ഥലങ്ങൾ ടൈറ്റൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ശരി, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം അവസാനിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു യുദ്ധസമാനമായ സാഹചര്യം അതിർത്തിയിൽ രൂപപ്പെടുകയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാനാകുമോ? ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും ചേർന്ന് രാഷ്ട്രപതിയെ കഴിഞ്ഞ ദിവസം കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ യുദ്ധത്തിനുള്ള അനുവാദം നൽകണമെങ്കിൽ അത് രാഷ്ട്രപതിയാണ് നൽകേണ്ടത് സാങ്കേതികമായി. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണെന്നാണ് ഇപ്പോൾ നമ്മൾ കരുതേണ്ടത്. നമുക്കൊരു യുദ്ധം മുൻകൂട്ടി പ്രവചിക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടിയായി എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും അതൊക്കെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, പ്രത്യേകിച്ചും സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് അത്തരം കാര്യങ്ങളിലെല്ലാം അവസാനമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവേണ്ടത്. ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നിട്ടുള്ള ഉന്നതതല യോഗത്തിൻ്റെ പ്രധാനമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് ഇൻഡസ് വാട്ടർ ട്രീറ്റി ക്യാൻസൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യം സ്വീകരിക്കേണ്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്കറിയാം, 1960 മുതൽ നിലനിൽക്കുന്ന വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു ട്രീറ്റിയാണത്. ആ ട്രീറ്റിയാണ് ഇപ്പോൾ ബൈസറൻ വാലി അറ്റാക്കിൻ്റെ പശ്ചാത്തലത്തിൽ അത് കെപ്റ്റിൻ അബയൻസ്, അതായത് തൽക്കാലം മരവിപ്പിച്ച് നിർത്താൻ നമ്മുടെ രാജ്യം തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുണ്ടാക്കുന്ന വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ആ കാര്യവുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ആലോചനകൾക്കും ആസൂത്രണങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇന്ന് ഉന്നതതല യോഗം ചേർന്നിട്ടുള്ളത്. ഇതിനു മുൻപേ തന്നെ 22-ാം തീയതി ഈ പറയുന്ന പഹൽഗാമിലെ ഈ ബൈസറൻ വാലി അറ്റാക്ക് ഉണ്ടായ സമയത്ത് തന്നെ സൗദി അറേബ്യയിലായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി അടിയന്തരമായി തന്നെ ഇന്ത്യയിലേക്ക് വരികയും അന്ന് എയർപോർട്ടിൽ വെച്ച് തന്നെ 3 സൈനിക മേധാവികളുമായിട്ടും വിദേശകാര്യമന്ത്രിയുമായിട്ടും ഡിഫൻസ് മിനിസ്റ്ററുമായിട്ടും കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം 23-ാം തീയതി തൊട്ടടുത്ത ദിവസം CCSൻ്റെ മീറ്റിംഗ്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ 5 പ്രധാനപ്പെട്ട അംഗങ്ങൾ പങ്കെടുക്കുന്ന കമ്മിറ്റിയാണത്, അറിയാമല്ലോ. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി, വിദേശകാര്യമന്ത്രി, ധനകാര്യമന്ത്രി എന്നീ പ്രധാനപ്പെട്ട ബിഗ് 5 എന്ന് പറയുന്ന മന്ത്രാലയങ്ങൾ പങ്കെടുക്കുന്ന രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും തീരുമാനമെടുക്കേണ്ട കമ്മിറ്റിയാണ് CCSൻ്റെ കമ്മിറ്റി ചേർന്നിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ തീരുമാനമായിരുന്നു ഇൻഡസ് വാട്ടർ ട്രീറ്റി മരവിപ്പിക്കുക എന്ന് പറയുന്നത്. 2, അട്ടാറ ബോർഡർ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാണിജ്യ ഇടനാഴിയായിട്ടുള്ള റോഡ് മാർഗത്തിൽ ഗതാഗതം നടക്കുന്ന, കച്ചവടം നടക്കുന്ന അട്ടാറ ബോർഡർ ക്ലോസ് ചെയ്യാനും ഇതുവരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുള്ള ആളുകളെല്ലാം മെയ് 1-ാം തീയതിക്കുള്ളിൽ മടങ്ങി വരണം എന്ന തീരുമാനം എടുക്കാനും തീരുമാനിച്ചിരുന്നു. 3-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് സാർക്ക് സ്കീം വിസ, CVS എന്ന് പറയുന്ന സാർക്ക് വിസ എക്സംഷൻ സ്കീം പ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുവദിക്കപ്പെട്ടിട്ടുള്ള വിസകളുണ്ട്. അത് ഫോറിൻ ഡിഗ്നിറ്ററീസിന്, അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, ജുഡീഷ്യറിയിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളുകൾക്ക്, കായിക താരങ്ങൾക്ക്, കലാകാരന്മാർക്ക്, രോഗികൾക്ക്, സ്റ്റുഡൻസിന്,
ഇങ്ങനെയുള്ള കാറ്റഗറികളിലാണ് CVS നമ്മൾ ഇഷ്യൂ ചെയ്തിരുന്നത്. 1988 സാർക്ക് ഉച്ചകോടിയുടെ അടിസ്ഥാനത്തിൽ 1992 എടുത്തിട്ടുള്ള തീരുമാനമാണ്. ആ SVS ക്യാൻസൽ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ചികിത്സയ്ക്കായി വന്നിട്ടുള്ള ആയിരക്കണക്കിന് പാകിസ്ഥാൻ രോഗികളുണ്ട്, പഠനാവശ്യത്തിന് വേണ്ടി വന്നിട്ടുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. ഇവരോടെല്ലാം 48 മണിക്കൂറിനുള്ളിൽ മടങ്ങി പോകാനും ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ CVS വിസകൾ ക്യാൻസൽ ചെയ്തായിട്ട് ഡീം ചെയ്യാനും തീരുമാനമുണ്ടായിരുന്നു. നാലാമത്തെ പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ്റെ ഹൈക്കമ്മീഷനിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പെർസോണ നോൺ ഗ്രാറ്റ, അതായത് ഇന്ത്യക്ക് സ്വീകാര്യമല്ലാത്ത ഉദ്യോഗസ്ഥരായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നു. പ്രധാനമായിട്ടും ഡിഫൻസ് അഡ്വൈസർമാർ, മിലിറ്ററിയുടെ, നേവിയുടെ, എയർഫോഴ്സിൻ്റെ ഡിഫൻസ് അഡ്വൈസർമാരെയും അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫിനെയും മുഴുവൻ പിൻവലിക്കാനും അടിയന്തരമായിട്ട് അവരോട് രാജ്യം വിടാനും നമ്മൾ നിർദ്ദേശിച്ചിരുന്നു. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട തീരുമാനം ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ്റെ പ്രവർത്തനം നാമമാത്രമായി ചുരുക്കാൻ തീരുമാനിച്ചിരുന്നു. നിലവിൽ 55 അംഗങ്ങളാണ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഇന്ത്യയിലുള്ളത്. അതിലെ പ്രധാനപ്പെട്ട സ്റ്റാഫിനെ മുഴുവൻ നമ്മൾ റദ്ദാക്കുകയാണ്. ഏതാണ്ട് 30 അംഗങ്ങളുടെ താഴെയിലേക്ക് പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ്റെ ഇന്ത്യയിലെ പ്രവർത്തന സംഖ്യ കുറയും. അതായത് ഒരു നോമിനലായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. മുൻപത്തതുപോലെ വലിയ അളവിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പാകിസ്ഥാനുമായിട്ട് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള 5 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ CCS മീറ്റിങ്ങിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മർസി അദ്ദേഹം എല്ലാ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ടും ചർച്ച നടത്തിയിരുന്നു. ഇതിലുള്ള ഇന്ത്യയുടെ ഈ 5 നിലപാടുകൾ എല്ലാ വിദേശ രാജ്യങ്ങളുമായിട്ടും പങ്കുവച്ചിരുന്നു. എല്ലാ വിദേശ രാജ്യങ്ങളുടെയും പിന്തുണ അദ്ദേഹം ആർജിച്ചിരുന്നു. ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രി 23-ാം തീയതി ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ശക്തികളായിട്ടുള്ള ലോകരാഷ്ട്രങ്ങളുടെ തലവന്മാരുമായി ഫോൺ വഴി സംഭാഷണം നടത്തിയിരുന്നു. US-ൻ്റെ പ്രസിഡന്റുമായി, UK, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുടെ തലവന്മാരുമായി അദ്ദേഹം ഫോണിൽ ചർച്ച നടത്തിയിരുന്നു. ഈ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള എല്ലാ ശ്രമങ്ങൾക്കും വിദേശ രാജ്യങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ നയതന്ത്ര തലത്തിലുള്ള നടപടികൾ ഒരു വഴിക്ക് നടക്കും. സൈനികമായിട്ടുള്ള നടപടി തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ സൈനികമായിട്ടുള്ള നടപടി എപ്പോൾ, എങ്ങനെ, എന്ത് എന്ന് പറയാൻ നമ്മൾ ആളുകളല്ല. ആ കാര്യത്തിൽ സൈന്യത്തിന് തന്നെ സമ്പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട്. നമുക്കറിയാം, ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള ക്രോസ് ബോർഡർ ടെററിസത്തിൻ്റെ കാര്യങ്ങളെല്ലാം തിരിച്ചടിച്ച പാരമ്പര്യം നമുക്കുണ്ട്. ഉറിയിൽ കയറി അവർ ആക്രമണം നടത്തിയപ്പോൾ നമ്മൾ പാകിസ്ഥാൻ്റെ LOC ക്രോസ് ചെയ്ത് പോയിട്ട് ഭീകരവാദ ക്യാമ്പുകൾ മുഴുവൻ തകർത്തിട്ടുണ്ട്. പക്ഷേ അത് 11 ദിവസങ്ങൾക്ക് ശേഷമാണ്, അടുത്ത ദിവസവും തൊട്ടടുത്ത ദിവസമല്ല. പുൽവാമയിൽ അറ്റാക്ക് നടന്നതിന് മറുപടി പറയാൻ വേണ്ടി ബാലാക്കോട്ടിൽ പോയിട്ട് എയർ സ്ട്രൈക്ക് നടത്തി പാകിസ്ഥാൻ്റെ ലോഞ്ച് പാഡുകൾ മുഴുവൻ തകർത്തിട്ടുണ്ട്. അത് തൊട്ടടുത്ത ദിവസമല്ല നടത്തിയത്. അതിൽ സൈനിക ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എ ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് അവർ ചൂസിങ് എന്നുള്ളതാണ്. നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തും സമയത്തും വെച്ച് നമ്മൾ തിരിച്ചടിക്കും. ആ തിരിച്ചടി അവരെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടോ അത് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടോ അല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇന്ന് ബീഹാറിൽ പഞ്ചായത്തി രാജ് ദിനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പ്രധാനമന്ത്രി സംസാരിച്ചത് ഹിന്ദിയിലല്ല, ഇംഗ്ലീഷിലാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അദ്ദേഹം ബീഹാറിലെ ജനങ്ങളോടല്ല സംസാരിച്ചത്, അദ്ദേഹം ലോകത്തോടാണ് സംസാരിച്ചത്. അദ്ദേഹം വളരെ കൃത്യമായി ഇംഗ്ലീഷിൽ, അതായത് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ പോയി, ഹിന്ദി മാത്രം മനസ്സിലാവുന്ന ഹിന്ദി ഹാർട്ട്ലാൻഡ്, ഹിന്ദി ഹൃദയഭൂമി എന്ന് വിളിക്കുന്ന ഒരു പ്രദേശത്ത് പോയിട്ട് പ്രധാനമന്ത്രി ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ്. അദ്ദേഹം സംസാരിക്കുന്ന ബീഹാറിലെ ജനങ്ങളോടല്ല, അദ്ദേഹം ലോകത്തോടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ ക്ലിയറാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഈ ബീഹാറിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവിടെ നടന്നിട്ടുള്ള ഈ തീവ്രവാദ ആക്രമണത്തിന് മറുപടി പറയാതെ പോയില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരായാലും അവരെ ഓരോരുത്തരെയായി തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കുകയും അവരെ ഓരോരുത്തരെയും ശിക്ഷിക്കുകയും ചെയ്യും. ലോകം മുഴുവൻ ഇന്ത്യയുടെ പ്രതികാര നടപടി കാണും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ നിലയിലുള്ള തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതിൻ്റെ ദിവസമോ സമയമോ നിശ്ചയിക്കാൻ നമ്മൾ ആളുകളല്ല. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു ബാലാക്കോട്ട് പോലെ ഒരു തിരിച്ചടിയാണോ ഇനി സാധ്യത? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം വളരെ പരസ്യമായി തന്നെ പ്രധാനമന്ത്രിയും പറയുന്നു. ലോകരാജ്യങ്ങൾ കേൾക്കാൻ പാകത്തിൽ തന്നെ അത് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും വെല്ലുവിളി പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നത്തെ പ്രതികരണം ഒന്ന് നോക്കൂ. ഇവിടെ ആക്രമണം നടത്തിയ ഭീകരരെ സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ടാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഇന്നലെ വരെ നിങ്ങൾ തെളിവ് കാണിക്കൂ എന്ന് പറഞ്ഞവർ ഇന്നിപ്പോൾ അവരെ സ്വാതന്ത്ര്യ സമര പോരാളികളായി വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്മൃതി, ഇവിടെ ശ്രദ്ധേയമായ കാര്യം പാകിസ്ഥാന്റെ 2 നേതാക്കന്മാർ, ഒന്ന് ഡിഫൻസ് മിനിസ്റ്റർ, മറ്റേത് വിദേശകാര്യമന്ത്രി, ഈ 2 പേരുടെയും ഭാഗത്തു നിന്ന് വന്ന സംസാരം ശ്രദ്ധയോടെ കേട്ടാൽ നമുക്ക് മനസ്സിലാകും പാകിസ്ഥാന്റെ ഇൻവോൾവ്മെന്റ് ഇതിൽ വളരെ പ്രകടമാണ്. അതിനകത്ത് ഡിഫൻസ് മിനിസ്റ്റർ വ്യക്തമായി സംസാരിക്കുകയാണ്. കഴിഞ്ഞ 30 വർഷമായി പല രാജ്യങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ പല കാര്യങ്ങളും, അരുതാത്ത പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഭീകരവാദികളെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ഭരണകൂടം
അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, പാകിസ്ഥാന്റെ ഭരണകൂടം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന പരസ്യമായ കുറ്റസമ്മതമായി വേണമെങ്കിൽ അതിനെ കാണാം. അതുകൊണ്ട് എക്കാലത്തും പാകിസ്ഥാൻ എടുത്ത നിലപാട് എന്താണ്? ബി ഡിസ്റ്റൻസ് ഫ്രം മിലിറ്റൻസി. അത് ശരിയല്ല. ഇപ്പൊ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ അതിന് അബദ്ധത്തിലാണെങ്കിൽ പോലും സ്ഥിരീകരണം ഉണ്ടാകുന്നു. രണ്ട്, അത് പാകിസ്ഥാന്റെ തന്നെ വിദേശകാര്യ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണമാണ്. അത് വളരെ ദുഃഖം എന്നല്ല പറയുന്നത്, അബദ്ധമെന്നാണോ പറയുക, ഒരു പരമപുച്ഛമെന്നാണോ പറയുക, എനിക്കറിയില്ല. ഇത് തീവ്രവാദികളായ ആളുകൾ അവിടെ ഇത്രയും ആര്യൻ കൊല നടത്തിയപ്പോൾ അവരെ വിളിച്ച പേരെന്താണ്? ഫ്രീഡം ഫൈറ്റേഴ്സ്. നമ്മൾ ആലങ്കാരികമൊക്കെ പറയും സ്മൃതി, വൺ മാൻസ് ടെററിസ്റ്റ് ഈസ് അനദർ മാൻസ് ഫ്രീഡം ഫൈറ്റർ. അപ്പം ഇങ്ങനെ ഫ്രീഡം ഫൈറ്ററുടെ രീതി ഇതാണോ ജിഹാദ്? ഫ്രീഡം ഫൈറ്ററിന്റെ ഒരു രീതിയില്ലേ? അപ്പൊ 28 പേരെ നിസ്സഹായരായ ആളുകളെ, അവരെ സൈനികര് പോലും അല്ല എന്ന് ഓർക്കണം, അവരെ മതം ചോദിച്ച് വധിക്കുന്ന രീതിയാണോ യഥാർത്ഥത്തിൽ ലിബറേഷൻ അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റിംഗ് എന്ന് പറയുക? അപ്പം ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമായി ഇന്ത്യ വിദേശ വേദികളിൽ, അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കും. ശ്രീ ശങ്കുത്തിദാസ് സൂചിപ്പിച്ചതുപോലെ ഈ ഇന്ത്യ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളുടെ നേതാക്കന്മാരെയും അവരുടെ അംബാസിഡർമാരെയും അവരുടെ എംബസികൾ എവിടെയെല്ലാം ഉണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം എംബസികളിലെ ആളുകളെ അല്ലെങ്കിൽ ഹൈക്കമ്മീഷണർമാരെ വിളിച്ച് സൗത്ത് ബ്ലോക്കിൽ വിളിച്ച് കാര്യങ്ങൾ ബ്രീഫ് ചെയ്തു. ഇന്ത്യ എടുക്കാൻ പോകുന്ന നടപടികൾ ലോകരാജ്യങ്ങൾ അംഗീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. കാരണം കഴിഞ്ഞ 30 വർഷം മുൻപുള്ള ഭാരതമല്ല ഇന്നത്തെ ഭാരതം. ഒരു 30 വർഷം മുമ്പുള്ള പാകിസ്ഥാനുമല്ല ഇന്നത്തെ പാകിസ്ഥാൻ. മുൻകാലങ്ങളിൽ ഒരു 10-15 വർഷം മുൻപ് വരെ പാകിസ്ഥാന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നും നിർലോഭമായ സാങ്കേതിക, സൈനിക, സാമ്പത്തിക സഹകരണങ്ങൾ, സഹായങ്ങൾ ലഭിച്ചിരുന്നു എന്നതൊരു വസ്തുതയാണ്. യൂറോപ്യൻ സമൂഹം പാകിസ്ഥാനെ വളരെ വളരെ സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി കണ്ടിരുന്നു. ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ അബദ്ധബാദിൽ ബിൻ ലാഡന് അഭയം നൽകിയപ്പോൾ അതൊരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. അത് മാത്രമല്ല, നിരന്തരം പരാജയപ്പെടുന്ന പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ ഒരിക്കലും കരകയറാനാവാത്ത രീതിയിൽ ആഭ്യന്തര വൈരുദ്ധ്യത്താൽ ഉഴലുന്ന പാകിസ്ഥാൻ. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പാകിസ്ഥാനിൽ നിന്ന് മാറിയ ഈ സമയത്ത് ഭാരതത്തിലേക്ക് വലിയ ഉത്സാഹത്തോടു കൂടിയാണ് വിദേശ രാജ്യങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ച് ഒരു വിപണി തന്നെ ആയിരിക്കാം ലോകത്തെ ഏറ്റവും വലിയ മധ്യവർഗമുള്ള വലിയൊരു മാർക്കറ്റിനുടമയായ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങൾക്ക് ഒരു കച്ചവടക്കണ്ണുണ്ടാവുക. അത് മാത്രമല്ല, ഡെമോക്രാറ്റിക് ട്രഡീഷൻസ് അൺഇന്ററപ്റ്റഡ് ആയ, ഒരിക്കൽ പോലും ഭേദിച്ചിട്ടില്ലാത്ത ജനാധിപത്യ ക്രെഡൻഷ്യൽ, സുഗമമായ അധികാര കൈമാറ്റം, ശക്തമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതെല്ലാം ഭാരതത്തിന്റെ പ്രത്യേകതകളായി വിദേശ രാജ്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു യുദ്ധത്തിലേക്കൊക്കെ നീങ്ങുകയാണെങ്കിൽ, സംഘർഷത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ ഒരു ശ്രമവും പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് നടക്കാൻ സാധ്യതയില്ല. മുൻകാലങ്ങളിലെ പോലെ ഇപ്പോൾ ചൈനയും വലിയ തോതിലുള്ള സഹായവുമായി പാകിസ്ഥാൻ അനുകൂലമായി എത്താനുള്ള സാധ്യത ഇപ്പോൾ കാണാനാവില്ല. കാരണം പ്രത്യേകിച്ച് വ്യാപാര യുദ്ധമൊക്കെ പ്രഖ്യാപിച്ച് ട്രംപ് ഇങ്ങനെ വലിയ തോതിൽ കലിച്ചു നിൽക്കുമ്പോൾ വ്യാപാര യുദ്ധം മൂക്കുന്ന സ്ഥിതിയിൽ ചൈന ഇന്ത്യ സഹകരണം പോലും ആവശ്യമായി വരും. ചൈനയ്ക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ യുദ്ധസന്നാഹമായി ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ അനുകൂലമായ ഒരു സ്ട്രോങ് വിക്കറ്റിൽ, അല്ലെങ്കിൽ പോൾ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ ഈ സജ്ജീകരണങ്ങളെല്ലാം ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്നാണ് എന്റെ അഭിപ്രായം. നിർമ്മൽ എബ്രഹാം, ഇപ്പോൾ പാകിസ്ഥാൻ എന്തിന് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യുന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. നേരത്തെയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങളിൽ ആരുടെയൊക്കെ പിന്തുണയുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല. ആഭ്യന്തര കലഹങ്ങൾ കൊണ്ട് കലുഷിതവുമാണ്, സാമ്പത്തികമായും തകർന്നിരിക്കുകയാണ്. അവിടെ ഒരു നല്ല സർക്കാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. സൈന്യം അവരോധിച്ചിരിക്കുന്ന ഒരു ജനാധിപത്യ സർക്കാർ എന്ന പേരിന് പറയാവുന്ന ഒരു സർക്കാർ മാത്രമാണ് അവിടെ ഭരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് ആരുടെ താല്പര്യം? അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പം അവിടെ ഇറാൻ മിഡിൽ ഈസ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അതേ ഒരു രീതിയിൽ തന്നെ പാകിസ്ഥാൻ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് വേണേൽ പറയാം. പ്രോക്സീസിനെ വെച്ച് ഹെസ്ബുള്ളയും ഹമാസിനെയും ഹൂത്തീസിനെയൊക്കെ വെച്ച് അവരവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ ഇപ്പം TRF-ഉം ജെയ്ഷ് മുഹമ്മദും LET ഒക്കെ വെച്ചിട്ട് പാകിസ്ഥാൻ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തിനാണ് അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് റീസൺസ് ആണ്. ഒന്ന്, എക്സ്റ്റേണലി നോക്കിക്കഴിഞ്ഞാൽ കശ്മീർ വിഷയം എപ്പോഴെങ്കിലും ഗ്ലോബൽ സ്റ്റേജിൽ വീണ്ടും കൊണ്ടുവരിക എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിൽ പാകിസ്ഥാൻ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചടി ഭയങ്കരമായിരിക്കും. ലോക രാജ്യങ്ങൾ ഉൾപ്പെടെ തിരിച്ചടിക്കും. കാരണം ഇപ്പോൾ റഷ്യയുടെ ഒക്കെ കേസ് നമ്മൾ കണ്ടല്ലോ, ഒരുപാട് സാങ്ഷനിങ് ഒക്കെ വന്നപ്പോഴത്തേക്കും വളരെ വീക്കെൻഡ് ആയിരുന്നു ആ ഒരു സമയത്ത് റഷ്യ. അതേപോലൊരു സംഭവം വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു വാടക ഗുണ്ടയായിട്ടുള്ള പ്രോക്സിയെ വെച്ച് അവർ ചെയ്യുന്നത്. ഒരു കാര്യം അത് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ താങ്കൾ തന്നെ പറഞ്ഞൊരു പോയിന്റാണ്, എക്കണോമിക്കലി വീക്കാണ്, അവിടെ ബ്ലാക്ക് ഔട്ട്സ് നടക്കുന്നു, അവരുടെ പാകിസ്ഥാനി റുപ്പി വളരെയധികം തരം താത്തപ്പെട്ടിരിക്കുന്നു.
ഇപ്പൊ ഇൻഡസ് കരാറോടെ ഇന്ത്യ മരവിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടെ അഗ്രികൾച്ചറിനെ അത് ബാധിക്കും, ഫുഡ് പ്രൈസസ് ഇൻക്രീസ് ചെയ്യും, ഇൻഫ്ലേഷൻ ഫർദർ ഇൻക്രീസ് ചെയ്യും, അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. സോ അതിൽ നിന്നൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ആണ് ബേസിക്കലി അവർ ഒന്നാമത് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കേസ് കശ്മീർ വിഷയം വീണ്ടും ഗ്ലോബൽ സ്റ്റേജിൽ കൊണ്ടുവരിക. ഇപ്പം ഷിംല അഗ്രിമെന്റ് ഇത് മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഏറെ സാധിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സിംല അഗ്രിമെന്റ് ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈലാറ്ററൽ ആണ്, ഇന്ത്യയും പാകിസ്ഥാനും മാത്രം ആ കാര്യം ഡിസ്കസ് ചെയ്താൽ മതി, ഇത് പീസ്ഫുള്ളി പോയാൽ മതി എന്നുള്ളതായിരുന്നു അഗ്രിമെന്റ്. അത് മാറിക്കഴിഞ്ഞാൽ ഇപ്പൊ എക്സ്റ്റേണൽ പ്ലേയേഴ്സൂടെ വരും, ഒരുപക്ഷെ ഗ്ലോബൽ സ്റ്റേജിൽ വീണ്ടും ഈ കശ്മീർ വിഷയം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് കാണിക്കാൻ സാധിക്കും. ഇത് രണ്ടുമാണ് മേജർ ആയിട്ടുള്ള വിഷയങ്ങൾ. പക്ഷേ പതിവിന് വിപരീതമായിട്ട് ഇത്തവണ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അധികം സപ്പോർട്ട് കിട്ടാൻ ഇടയില്ല. അങ്ങേയറ്റം ഒരു ഡിസ്റ്റൻസ് സാധ്യത കാണുന്നത് വേണമെങ്കിൽ ചൈനയാണ്. അതിന് രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന്, ഇന്ത്യ ഒരുപാട് നാളുകളായി തന്നെ ഇന്ത്യനെ അവർ ഒപ്പോസ് ചെയ്യുന്നു. ഇപ്പൊ അമേരിക്ക ട്രേഡ് വാറുമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ ഒരു ഡിഫൻസ് വേണം. തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇതൊരു റിറ്റാലിയേഷൻ, ഹൈ സ്കെയിൽ റിറ്റാലിയേഷനോട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടാവും. എങ്ങനെ സപ്പോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇപ്പൊ UN നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇസ്രായേൽ പലസ്തീൻ വാർ ഉണ്ടായപ്പോൾ അമേരിക്ക ഇസ്രായേലിനെതിരെ വരുന്ന ഏത് പരാതിയും വീറ്റോ ചെയ്യുന്നു. റഷ്യക്ക് എതിരെ വരുന്ന പരാതികൾ വീറ്റോ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ പാകിസ്ഥാനെതിരെ ഒരു ആന്റി പാകിസ്ഥാൻ പരാതി ചെന്ന് കഴിഞ്ഞാൽ അത് വീറ്റോ ചെയ്യാൻ ചൈന ശ്രമിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ട്, വലിയ രീതിയിൽ റിട്ടാലിയേഷൻ ഒന്ന് പാകിസ്ഥാൻ അത് ഹേർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചൈന പണ്ട് ചെയ്ത പോലെ അരുണാചലിലും ലഡാക്കിലും ഒക്കെ ബോർഡർ പ്രഷർ ചെലുത്തി അവിടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചേക്കാം, ഇന്ത്യ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനും ഇന്ത്യൻ ഫോഴ്സസിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകാനും. അപ്പൊ അത്തരത്തിലുള്ള സപ്പോർട്ട് ഒരുപക്ഷെ ചൈന തരും. പക്ഷെ അതിനപ്പുറം വേറെ ഒരു രാജ്യവും തന്നെ, ഇപ്പം ടർക്കിയെ പോലും എടുത്താൽ തന്നെ വാക്കാലുള്ള സപ്പോർട്ട് അല്ലാതെ മറ്റൊന്നും അവരുടെ ഒന്നും സൈഡിൽ നിന്ന് വരാനില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ ചെയ്തത് ഒരു സ്ട്രാറ്റജിക് മണ്ടത്തരമാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അവരെ സംബന്ധിച്ചിടത്തോളം ഡിസ്ട്രാക്ഷൻ ആയിരുന്നു ഒരു മെത്തേഡ്. കശ്മീരിന്റെ കേസിൽ എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ടുവരാന്നുള്ളത്. പിന്നെ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ടെററിസ്റ്റ് ഗ്രൂപ്പുകളുമായിട്ടുള്ള അവരുടെ ബന്ധം സോളിഡ് ആയിട്ട് സ്ഥാപിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബന്ധം ശരിക്കും പറഞ്ഞാൽ പരസ്യമായ രഹസ്യമാണ്. ഇപ്പൊ ജെയ്ഷ് ഇ മുഹമ്മദ് 25 വർഷമായിട്ട് അവിടെ നടക്കുന്നു. 2001 പാർലമെന്റ് അറ്റാക്കും പിന്നീട് നടന്ന പുൽവാമ അറ്റാക്കും പത്താൻകോട്ടിലെ അറ്റാക്കും ഒക്കെ അവരാണ് സൂത്രധാരൻ എന്നുള്ളത് തെളിഞ്ഞതാണ്. അവിടെ 25 വർഷമായിട്ട് പാകിസ്ഥാനിൽ അവരുടെ ബേസ് ഉണ്ട്, അവരുടെ മുതലാളി അവിടെയാണ് എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. അതേപോലെ തന്നെ 2008 മുംബൈ അറ്റാക്കിൽ ലഷ്കർ-ഇ-തായിബയിൽ നമ്മൾ പിടിക്കപ്പെട്ട അജ്മൽ കസബ് ടെസ്റ്റിമോണി കൊടുത്താണ്, ഞാൻ പാകിസ്ഥാൻകാരനാണ്, എന്നെ വളർത്തിയതും ട്രെയിൻ ചെയ്തതും പാകിസ്ഥാനിൽ വെച്ച് ലഷ്കർ-ഇ-തായിബയാണ് എന്ന് എടുത്തു പറഞ്ഞാണ്. അന്ന് പിടിക്കപ്പെട്ട പാകിസ്ഥാനി അമേരിക്കൻ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ഡേവിഡ് ഹെഡ്ലിയും പറഞ്ഞു, എനിക്ക് സഹായം കിട്ടിയ ലഷ്കർ-ഇ-തായിബ മാത്രമല്ല പാകിസ്ഥാന്റെ മിലിറ്ററി ഇന്റലിജൻസ് ആയിട്ടുള്ള ISIയുടെ സഹായം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു എന്നുള്ള ടെസ്റ്റിമോണി ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു പടി മുന്നോട്ട് പോകണം. അതായത് ഇത്തരത്തിലൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള ടെസ്റ്റിമോണി മാത്രം പോരാ, എല്ലാ തരത്തിലുള്ള ഫോൺ ഇന്റർസെപ്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ്സ് വേണം, ചാറ്റ് ലീക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ചാറ്റ്സ് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കണം, മണി ട്രാൻസ്ഫർ നടത്തുന്നു എന്നുള്ള വാദം ഇന്ത്യ വെക്കുന്നുണ്ട്. അതായത് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ പാകിസ്ഥാൻ സഹായിക്കുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള പല ചാരിറ്റികളുടെ പേരിലും ട്രസ്റ്റുകളുടെ പേരിലും ഡൊണേഷൻസിന്റെ പേരിലും പിന്നെ അത്തരത്തിലുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത്. മദ്രസകളിലൊക്കെ കൂടെ എത്തിക്കുന്നു എന്ന് ഇന്ത്യ അവകാശപ്പെടുന്നു. പക്ഷെ അതിന്റെ ഫൈനാൻഷ്യൽ പ്രൂഫ്, എങ്ങനെയാണ് മണി അവിടെ എത്തിക്കുന്നുള്ളതിന്റെ പ്രൂഫ് കൂടെ ഇന്ത്യക്ക് കാണിക്കാൻ സാധിച്ചാൽ ഒരു ബെനിഫിറ്റ് ഇപ്പൊ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല. റഷ്യക്കൊക്കെ സംഭവിച്ച പോലെ രാജ്യങ്ങൾക്ക് അപ്പൊ പാകിസ്ഥാന് മേലെ സാങ്ഷൻ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ അങ്ങനെ ഒരു വിഷയം വരുന്നില്ല, പാകിസ്ഥാന് മേലെ സാങ്ഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അങ്ങനെ സാങ്ഷൻ കൊണ്ടുവരാൻ സാധിച്ചാൽ പിന്നെ ഇന്ത്യ ഒരു വാറിന് പോകേണ്ട പോലും ആവശ്യമില്ല. പാകിസ്ഥാൻ ഓൾറെഡി ദുർബലയാണ്. അവിടെ നിന്ന് വീണ്ടും അവരുടെ കേസ് കുറച്ചുകൂടെ പരിതാപകരമായിട്ട് പോകാം. രണ്ടാമത് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഉണ്ട്. അതായത് ടെററിസ്റ്റ് ഫണ്ടിങ് ഉള്ള രാജ്യങ്ങളെ കണ്ടുപിടിച്ച് അവരെ വിലക്കി അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെ ഫൈനാൻഷ്യൽ പ്രഷർ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ 2019 മുതൽ എനിക്ക് 2022 വരെ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗ്രേ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോശപ്പെട്ട രീതിയിൽ ടെററിസ്റ്റ് ബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ ടെററിസ്റ്റ് ഫണ്ടിങ് ഉണ്ടെന്ന് കാണിക്കുന്നതാണത്. പക്ഷെ 2022 അത് ലിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഇന്ത്യക്ക് ഇത് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും ടാസ്ക് ഫോഴ്സിന് മേൽ പ്രഷർ കൊണ്ട് വീണ്ടും ഗ്രേ ലിസ്റ്റ് ചെയ്യാനോ ഒരുപക്ഷെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനോ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ സ്ട്രാറ്റജിക്കലി വിജയിച്ചു എന്ന് തന്നെ പറയാം. ശരി, ഡോക്ടർ മോഹൻ വർഗീസ് ചർച്ചയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിലേക്ക് ഒരു ചോദ്യം കൂടി. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ, നിർമ്മൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ തെളിവ് ഹാജരാക്കേണ്ടതുണ്ട്, ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ തെളിവ് കാണിക്കേണ്ടതുണ്ട്. മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട നമ്മുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരുന്നു. അതിൽ ചിലരെങ്കിലും അമേരിക്കയിൽ അഭയം തേടിയിരിക്കുകയായിരുന്നു. അതിൽ ഇറാനെ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടേയുള്ളൂ. ഇതൊക്കെ നമ്മൾ കണ്ടാണ്. അവിടെ ഒരു നിയമയുദ്ധം നടത്തി പരാജയപ്പെട്ട ശേഷമാണ് ഇന്ത്യക്ക് ഇങ്ങോട്ടേക്ക് കിട്ടിയിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുംബൈ ആക്രമണത്തിൻ്റെ ഒരു അനുഭവം അവിടെയുണ്ട്. അപ്പോൾ മുൻ ആക്രമണങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചാൽ പോരെ, അതല്ലാതെ ഇതിൽ കൃത്യമായ തെളിവ് അങ്ങ് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നതാണോ? ഓരോ പ്രാവശ്യവും അന്താരാഷ്ട്ര സമൂഹം പലപ്പോഴും
ചില ഇരട്ടത്താപ്പുകൾ കാട്ടാറുണ്ട്. ഓരോ ആക്രമണവും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് കാണുന്നത്. ഓരോ പ്രാവശ്യവും പാകിസ്ഥാൻ പറയുന്നു ലഷ്കർ ഇ തോയ്ബ എന്ന തീവ്രവാദ വിഭാഗവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. അടുത്ത പ്രാവശ്യം ജയ്ഷെ മുഹമ്മദ് ആയിരിക്കും ആക്രമണം നടത്തുന്നത്. അപ്പോൾ അവർ പറയും അതുമായി ബന്ധമില്ല. അതുകൊണ്ട് ഓരോ തീവ്ര ആക്രമണത്തെയും ഭീകരാക്രമണത്തെയും വെവ്വേറെ കാണേണ്ടതാണ്. വെവ്വേറെ സ്ഥലങ്ങളിലാണ്, വെവ്വേറെ സാഹചര്യങ്ങളിലാണ്. ഇതിന്റെ എല്ലാം പ്രഭവ കേന്ദ്രം പാകിസ്ഥാനിലാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കാൻ, ആ രീതിയിൽ അത് സമ്മതിക്കാൻ പാകിസ്ഥാൻ തയ്യാറാവാത്തത് കൊണ്ട് അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയെ നമ്മൾ കാരണം ബോധിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഔപചാരികത മാത്രമാണ്, ഒരു ധാർമ്മികമായ കാര്യം മാത്രമാണ്. കർശനമായ നടപടികളിലേക്ക്, ജലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയുന്നതിലേക്ക് ഭാരതം നിലപാട് കടുപ്പിക്കുമ്പോൾ അതിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇന്റർനാഷണൽ റിപ്പർക്കഷൻസ് അത് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് മുൻകൂട്ടി തന്നെ ഭാരതം മറ്റ് രാജ്യങ്ങളെ കോൺഫിഡൻസിലെടുക്കുന്നത്. അതുകൊണ്ടാണ് നോക്കൂ, പാകിസ്ഥാൻ ചെയ്തു നോക്കൂ. ഭാരതം ഒരു ട്രീറ്റിയിൽ നിന്നും പിൻവാങ്ങി, അല്ലെങ്കിൽ 1960 ട്രീറ്റിയിൽ നിന്നും, സിന്ധു നദി ജല ഷെയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കരാറിൽ നിന്നും പിൻവാങ്ങിയപ്പോൾ പാകിസ്ഥാൻ എന്താണ് ചെയ്തത്? പ്രധാനപ്പെട്ട ഒരു കരാറിൽ, ബൈലാറ്ററലിസം ഊന്നിപ്പറയുന്ന ഷിംല എഗ്രിമെന്റ് 1972 സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും ഒപ്പുവെച്ച ആ വിഖ്യാതമായ ട്രീറ്റിയിൽ നിന്നും പിൻവാങ്ങി എന്ന് പറയുമ്പോൾ there is a 3-dimensional impact. സ്മൃതി, അതിലെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് വെടിനിർത്തൽ എന്നത് പിന്നെ തുടരും എന്നതാണ് ഒരു ഡയമെൻഷൻ. 1947 നിയന്ത്രണ രേഖയുണ്ടല്ലോ, അത് ഇന്ത്യ സ്വതന്ത്രമായി, പാകിസ്ഥാൻ സ്വതന്ത്രമായി ആ സമയത്തെ അതേ നിയന്ത്രണ രേഖ, വെടിനിർത്തൽ രേഖ എന്നത് നിയന്ത്രണ രേഖയായി, ലൈൻ ഓഫ് കൺട്രോൾ LOC ആയി അംഗീകരിച്ചുകൊണ്ട് അതിനെ വെടിനിർത്തൽ, അവിടെ ഒരു രീതിയിലുള്ള കടന്നുകയറ്റങ്ങളും ഉണ്ടാവില്ല എന്ന് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ തീർച്ചയായും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കോ, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കോ ഔപചാരികമായ ആക്രമണങ്ങൾ ഉണ്ടാവില്ല, പ്രഖ്യാപിത യുദ്ധം ഉണ്ടാവില്ല. അങ്ങനെ പ്രഖ്യാപിത യുദ്ധമൊന്നും ഉണ്ടായില്ലല്ലോ. പക്ഷെ അപ്രഖ്യാപിതമായ അനേകം നുഴഞ്ഞുകയറ്റങ്ങൾ, കാർഗിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിത യുദ്ധത്തിന്റെ ഗണത്തിൽപ്പെടുന്ന കാര്യങ്ങളായിരുന്നില്ല. 71 യുദ്ധം മാത്രമാണ് പ്രഖ്യാപിത യുദ്ധം എന്ന് പറയുന്നത്. അത് അവസാനിപ്പിച്ചുകൊണ്ടാണല്ലോ ഈ സിംല എഗ്രിമെന്റ് 72 സംഭവിച്ചത്. ഇത് നോക്കൂ, പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അതൊന്നുമാണെന്നല്ല എനിക്ക് തോന്നുന്നത്. ബംഗ്ലാദേശാണ് ഒരുപക്ഷെ പാകിസ്ഥാൻ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. സിംല അക്കോർഡിലെ ഒരു പ്രധാന പ്രൊവിഷനായിരുന്നു ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കുക. അതിനർത്ഥം ഇന്ത്യ ഇടപെട്ട് നേടിക്കൊടുത്ത ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം, പാകിസ്ഥാൻ ഇസ് വിവിസെക്റ്റഡ്, അത് പാകിസ്ഥാൻ കൂടി അംഗീകരിക്കുന്ന ഒരു തീരുമാനമാണ് ബൈലാറ്ററൽ ഒരു ട്രീറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ അംഗീകരിച്ചു. ബംഗ്ലാദേശ് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്. ഇപ്പോൾ പറയുന്നു ബംഗ്ലാദേശ് അങ്ങനെയല്ല. അപ്പൊ ബംഗ്ലാദേശിൽ അനുകൂല ഒരു ഭരണകൂടം ഇപ്പോഴുണ്ട്. സ്മൃതി, ബംഗ്ലാദേശിൽ ഇപ്പോൾ മുഹമ്മദ് യൂനുസ് നയിക്കുന്ന ഭരണകൂടം ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ കിഴക്കുനിന്ന് ശ്രമിക്കുമ്പോൾ പടിഞ്ഞാറ് നിന്നുകൊണ്ട് പാകിസ്ഥാനും ശ്രമിക്കുന്ന അവർ കൈകോർക്കാനുള്ള ഒരു സാധ്യത, അതിനോടൊപ്പം ചൈന കൂടി കടന്നു വരുമെന്ന മോഹമാണ് പാകിസ്ഥാൻ. അത് കേവലം വ്യാമോഹമാണെന്ന് ഇനി തെളിയാൻ പോവുകയാണ്. ശരി, വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ്. ഈ ചർച്ചയിൽ നിന്ന് താങ്കൾ ഇറങ്ങുകയായതുകൊണ്ട് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് ഡൽഹിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഡൽഹിയിൽ പ്രതിപക്ഷം കോൺഗ്രസ് നടത്തുന്ന മെഴുകുതിരി റാലിയാണ് കാണുന്നത്. കശ്മീരിലെ ആക്രമണങ്ങളിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രകടനമാണ് കാണുന്നത്. രാഹുൽ ഗാന്ധി രാവിലെ അനന്ത്നാഗിലെത്തി പരിക്കേറ്റവരെ കണ്ടിരുന്നു. നമ്മുടെ സഹോദരന്മാരെ തമ്മിലടിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്, അതിന് ഒരു തരത്തിലും വഴങ്ങിക്കൊടുക്കരുത് എന്നാണ് അവിടെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ മെഴുകുതിരി റാലിയാണ് കാണുന്നത്. നേരത്തെ നമ്മൾ കശ്മീരിലും ഇതേ കാഴ്ച, സമാനമായ കാഴ്ച കശ്മീർ ജനത നടത്തുന്ന മെഴുകുതിരി പ്രകടനം നമ്മൾ കണ്ടതാണ്. അവിടെ കശ്മീർ ജനത ഒറ്റക്കെട്ടായി ഇന്ത്യക്കൊപ്പം ഇന്ത്യൻ പതാകകളുമായിട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പതിവില്ലാത്ത രീതിയിൽ പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുട്ടികളടക്കം തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കശ്മീരിൽ കണ്ടത്. ശരി, ഞാൻ ശ്രീ ഗോപകുമാറിലേക്ക് പോകുന്നു. ശ്രീ ഗോപകുമാർ, ഇപ്പോൾ ഷിംല കരാറാണ് പകരം റദ്ദാക്കി എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഇങ്ങോട്ട് അറിയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാര്യമായ ബുദ്ധിമുട്ടുകളും തിരിച്ചടിയും ഉണ്ടോ യഥാർത്ഥത്തിൽ? ഷിംല കരാർ ക്യാൻസൽ ചെയ്താൽ പോലും
നമുക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. LOC എന്ന് പറയുന്ന ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് 47-48 യുദ്ധത്തിൽ നമ്മളായിട്ട് തീരുമാനിച്ച് അവിടെ വെച്ച് യുദ്ധം നിർത്തിയത് പ്രായോഗികമായി ലൈൻ ഓഫ് കൺട്രോളായി മാറിയതാണ് 72 ഷിംല കരാറിൽ. അതേസമയം നമ്മളത് ലൈൻ ഓഫ് കൺട്രോൾ ആണെന്നും അതൊരു അന്താരാഷ്ട്ര ബോർഡറായിട്ട് നമ്മളത് അംഗീകരിച്ചിട്ടുമില്ല ഈ കരാറിൽ. ഈ കരാറ് പിൻവലിപ്പിച്ചാൽ പാകിസ്ഥാനാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം അന്തർദേശീയ രംഗത്ത് നമ്മളിവിടെ ചർച്ച ചെയ്ത പോലെ ചൈന പോലും പാകിസ്ഥാനോട് നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പുമില്ലാത്തൊരു പശ്ചാത്തലം. ബംഗ്ലാദേശ് ഉണ്ടായത് തന്നെ പാകിസ്ഥാനെതിരെയുള്ള അവിടുത്തെ കിഴക്കൻ പാകിസ്ഥാനെതിരെയുള്ള വിരോധം ശക്തമായ ആ പശ്ചാത്തലത്തിൽ അവർ ചൂഷണം ചെയ്തതിനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരം ഇന്ത്യ കൂടി ഭാഗവാക്കായതാണ്. അന്ന് പാകിസ്ഥാന് ഒന്നും കൂടി ഇന്ത്യക്കെതിരെയുള്ള വൈരാഗ്യവും ശത്രുതയും വർദ്ധിച്ചു. കാശ്മീർ നോട്ടമിട്ടിരുന്ന പാകിസ്ഥാന് സ്വന്തം രാജ്യം രണ്ടായി പോകുന്ന ഗതികേടാണ് 71 യുദ്ധത്തിൽ കൂടി കണ്ടതും. ഷിംല കരാറ് നമ്മൾ കൊടുത്ത ഒരു ദയാവായ്പാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം തോറ്റു നിന്നിരുന്ന പാകിസ്ഥാന് അന്ന് ഭൂട്ടോ ഇന്ദിരാഗാന്ധിയുടെ കാല് പിടിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷേ അന്ന് അവർ പറഞ്ഞ കാര്യം എത്രയോ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഞാനൊരു സാധാരണ രാഷ്ട്രീയക്കാരനാണ്, എനിക്ക് തിരിച്ച് എൻ്റെ നാട്ടിൽ പോകുമ്പോൾ ഒരു തോറ്റ രാജ്യം എന്നുള്ള നിലയിൽ അല്പമെങ്കിലും ഒരു അനുകമ്പ നിങ്ങളിൽ നിന്ന് വേണം, താങ്കളും ഒരു രാഷ്ട്രീയക്കാരിയല്ലേ. അങ്ങനെ പറഞ്ഞ് തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്നുള്ള ഒരു തീരുമാനം വന്നത്. അതല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയും ഇന്ത്യയും ആവശ്യപ്പെടുന്ന ഏത് കാര്യത്തിലും ഒപ്പുവയ്ക്കാൻ നിർബന്ധിതമായി നിൽക്കുകയാണ്. കാരണം ഏതാണ്ട് 97,000 പ്രിസണേഴ്സ് ഓഫ് വാർ ഇന്ത്യൻ ജയിലുകളിൽ കിടക്കുകയാണ് അന്നത്തെ യുദ്ധത്തിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തോറ്റു നിൽക്കുന്ന ഒരു രാജ്യത്തെ കൂടുതൽ ഉപദ്രവിക്കേണ്ട എന്ന് ഇന്ദിരാഗാന്ധി കൊടുത്ത ആ വിശാല മനസ്ഥിതിയാണ് ഈ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. ഇന്നിപ്പോൾ ആരാണ് ഈ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് നശിപ്പിച്ചു എന്നിരിക്കട്ടെ, ആരാണ് നമുക്കെതിരെ മേൽക്കോയ്മ കാണിക്കാൻ വരുന്നത്? അമേരിക്ക ഒരിക്കലും പാകിസ്ഥാന് വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ചൈനയും ഇടപെടില്ല. ചൈനയ്ക്ക് പാകിസ്ഥാനുമായിട്ട് ചില താല്പര്യങ്ങളുണ്ടെങ്കിലും ഇവിടുത്തെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ട് വലിയൊരു വ്യാപാര യുദ്ധം നടത്തുന്ന ചൈനയ്ക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ സഹകരണം ആവശ്യമാണ്. തന്ത്രപരമായും വേണം, വാണിജ്യപരമായിട്ടും വേണം, സാമ്പത്തികപരമായിട്ടും വേണം. മാത്രമല്ല ചൈനയ്ക്ക് ഇനിയും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ട് മാറണമെങ്കിൽ അയൽപക്കത്തുള്ള ഇന്ത്യയെ ഒരു പെർമനൻ്റ് എനിമിയാക്കാൻ പറ്റില്ല. സത്യമാണ്, പാകിസ്ഥാന് ഏത് കാലാവസ്ഥയിലും വിശ്വസിക്കാവുന്നൊരു സഖ്യകക്ഷിയായി ചൈനയെ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ കാണിക്കുന്ന ഒരു ഡെസ്പറേറ്റ്നെസ്, ഞാനതിനെ അങ്ങനെ വിശേഷിപ്പിക്കുള്ളൂ. വളരെ നിരാശയിൽ കുതിർന്നൊരു രാജ്യം, പ്രത്യേകിച്ച് ആഭ്യന്തര പ്രശ്നങ്ങൾ, മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് താലിബാൻ പാകിസ്ഥാൻ ഉപദ്രവിക്കുന്ന കാര്യം, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന് കംപ്ലീറ്റ് ആയിട്ട് എതിരായത്, അതോടൊപ്പം ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതെല്ലാം നിൽക്കുന്നൊരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ കാശ്മീരിന് വേണ്ടി വാദിക്കാൻ ഏത് രാജ്യമാണ് വരുന്നത്? എനിക്കത് വാസ്തവത്തിൽ അത് നമുക്ക് ഉർവശി ശാപം ഉപകാരമായി എന്നുള്ള പോലെ നമുക്കതൊരു ശക്തിയായിട്ടാണ് വരേണ്ടത്. പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ലൈൻ ഓഫ് കൺട്രോൾ ഭേദിച്ച് നമ്മൾ POKയിലേക്ക്, പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിലേക്ക് കടക്കേണ്ടി വരും. ഇത് പാകിസ്ഥാൻ അറിഞ്ഞുകൂടാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ പഴയ കാലത്ത് അമേരിക്ക ഡോമിനേറ്റ് ചെയ്ത് ശീതസമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്ക് ദക്ഷിണേഷ്യയിൽ ഒരു ശക്തമായൊരു രാജ്യം അവരെ പിന്തുണയ്ക്കാൻ വേണം എന്നുള്ളതും അന്നത്തെ കാലത്തെ ഒരു സോഫ്റ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് ആയ പാകിസ്ഥാനെ അവർ ഉപയോഗിച്ചു എന്നുള്ളത് സത്യമാണ്. ഇന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ടെററിസ്റ്റ് സ്റ്റേറ്റാണ്, അതൊരു നേഷൻ സ്റ്റേറ്റ് പോലുമല്ല. അങ്ങനെ ഈ അങ്ങേയറ്റത്തെ തീവ്രവാദത്തിൽ നിൽക്കുന്നൊരു രാജ്യത്തെ ഏറ്റെടുക്കാൻ ആരാണ് വരുന്നത്? അതുകൊണ്ട് ഷിംല കരാർ അവർ നശിപ്പിക്കുകയാണ്, ഇല്ലെങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ഉഭയകക്ഷി വേണ്ട, പിന്നെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് കാശ്മീർ നമ്മുടെ കൈവശം കിട്ടാനുള്ളൊരു അവസരമായി അത് മാറില്ലേ എന്ന് പോലും ഞാനത് സംശയിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ ഏതാണ്ട് അവിഭക്ത കാശ്മീരിൻ്റെ നല്ലൊരു ഭാഗം, ഏതാണ്ട് ഒരു 40% അവരുടെ കൈവശമുണ്ട്. അതുകൊണ്ടൊരു സംഘടന തുടങ്ങിയാൽ തീർച്ചയായിട്ടും അത് പാകിസ്ഥാന് കൂടുതൽ ദൂഷ്യം ചെയ്യും. ഈ പറഞ്ഞതുകൊണ്ട് പാകിസ്ഥാനിലെ തീവ്രവാദികളെയും അവിടുത്തെ പട്ടാളത്തെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടല്ല പറയുന്നത്. പാകിസ്ഥാൻ ഒരു ഡെസ്പറേറ്റ് നേഷനാണ്.
ഇന്ന് അതിന് ഒരു ഫ്യൂച്ചറില്ല. അത് ഒരു പക്ഷേ 2 രാജ്യമായോ 3 രാജ്യമായോ ചിതറിപ്പോയാൽ പോലും അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഇത്തരം അത്ഭുതങ്ങൾ സംഭവിക്കാൻ വലിയ സമയമൊന്നും വേണ്ട. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ സ്ഥിതി എവിടെയാണ്? ഒരു കാലത്ത് എത്രയും വലിയ വികസനമുണ്ടായിരുന്നു, പുരോഗതി ഉണ്ടായിരുന്ന രാജ്യം ഇന്ന് താലിബാൻ്റെ കൈവശമെത്തി. അതേപോലെ മറ്റൊരു പുതിയ ശീതസമരത്തിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ മാറിയാൽ പാകിസ്ഥാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്കറിയാവുന്ന പോലെ ഇന്ത്യ വിരുദ്ധതയിൽ മാത്രമാണ് പാകിസ്ഥാൻ്റെ ദേശീയത നിൽക്കുന്നത്. അതിനപ്പുറം ഒരു നേഷൻ സ്റ്റേറ്റ് കൺസെപ്റ്റ് ഇല്ല. ഇന്ത്യ വിരുദ്ധത എന്നുള്ളതും എന്നും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത് പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ ചുമതലയാണ്. ഈ പട്ടാളം എന്ന് പറയുന്നത് അവിടുത്തെ കോർപ്പറേറ്റ് ഫാക്ടറാണ്, അവിടുത്തെ മുതലാളിമാരാണ്. ആ മുതലാളിമാർ അവർക്ക് അഴിമതി ചെയ്യാനും ആവശ്യത്തിനുള്ള കൊള്ള ചെയ്യാനും പാകിസ്ഥാനെ ചൂഷണം ചെയ്യുകയായിരുന്നു. അത് മാത്രമല്ല, ഇന്ന് മതമൗലികവാദികളോടൊപ്പം ചേർന്ന് വല്ലാത്തൊരു നെക്സസ് പാകിസ്ഥാൻ മിലിറ്ററിയും പാകിസ്ഥാനിലെ അൾട്രാ റിലീജിയസ് ഫോഴ്സസും നടത്തുന്നത്. തീർച്ചയായും ശ്രീ ഗോപകുമാർ, ആഭ്യന്തര പ്രശ്നങ്ങൾ കത്തുമ്പോൾ ദേശീയത ആളിക്കത്തിക്കുക എന്നുള്ളത് ഒരു തന്ത്രമാണ്. ആ തന്ത്രമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സിന്ധു നദീജലം പാകിസ്ഥാന് കിട്ടാതിരിക്കാൻ ത്രിതല പരിപാടികൾ ഇപ്പോൾ ഇന്ത്യ ആലോചിക്കുന്നു എന്നുള്ള പുതിയ വിവരം കൂടി നമുക്ക് ലഭ്യമാവുകയാണ്. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഇപ്പോൾ പ്രതിപക്ഷം ഇന്നലെ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തോട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി ബീഹാറിൽ ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടല്ലോ, ആ വീഴ്ചയെക്കുറിച്ചുള്ള ഒരു മറുപടി യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ജനത്തിന് നൽകേണ്ടതല്ലേ? നമ്മുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഈ യുദ്ധമെന്നല്ല, പാകിസ്ഥാൻ്റെ ഈ നടപടിക്കെതിരെ രാജ്യം ഒറ്റക്കെട്ട് തന്നെയാണ്. പക്ഷേ വിമർശനങ്ങളെ ആ നിലയ്ക്ക് കേൾക്കുകയും അതിനൊരു വ്യക്തമായ മറുപടി നൽകുകയും ചെയ്യുക എന്നുള്ളത് കൂടി ഉത്തരവാദിത്തമല്ലേ? തീർച്ചയായിട്ടും അതെ. ആ 2 കാര്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയാം. ഒന്നാമത്തെ കാര്യം, പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തില്ല. അദ്ദേഹം ബീഹാറിൽ, ഇപ്പോൾ പ്രതിപക്ഷ ഹാൻഡിലുകളൊക്കെ ഞാനിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ പ്രതിപക്ഷ ഹാൻഡിലുകളൊക്കെ പറയുന്നത് അദ്ദേഹം ബീഹാറിൽ ഇലക്ഷൻ പ്രചരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു എന്നാണ്. രാജ്യം ഇത്രയും വലിയൊരു ആക്രമണം നേരിട്ട സമയത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് റാലിയിൽ പോയി പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ബീഹാറിൽ പോയത് ഇലക്ഷൻ റാലിയിൽ പങ്കെടുക്കാനല്ല, പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനുമല്ല, സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ചായത്തി രാജ് ദിനവുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ നടക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടി, അതായത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പ്രധാനമന്ത്രി പങ്കെടുക്കാൻ വളരെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പരിപാടിയാണത്. അതിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഏതാണ്ട് 13,480 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന പരിപാടിയാണത്. 22-ാം തീയതിയാണ് നമ്മുടെ പഹൽഗാം അറ്റാക്ക് സംഭവിക്കുന്നത്. 22-ാം തീയതി പ്രധാനമന്ത്രി സൗദി അറേബ്യയിലാണ് ഉണ്ടായിരുന്നത്. അന്ന് രാത്രി തന്നെ അദ്ദേഹം സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് തിരിച്ചു വന്നു. അദ്ദേഹം എയർപോർട്ടിൽ വെച്ച് തന്നെ പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടും കേന്ദ്ര ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരുമായിട്ടും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ടുള്ള അജിത് ഡോവലുമായിട്ടും കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം സിറ്റുവേഷനെ പറ്റിയിട്ട് മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ CCS യോഗം സംഘടിപ്പിച്ചു. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ യോഗം സംഘടിപ്പിച്ചു. ആ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ യോഗത്തിലാണ് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഞാൻ കഴിഞ്ഞ കൂടത്തിൽ വിശദീകരിച്ചിരുന്നു, 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിശ്ചയിച്ചത്. ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫോറിൻ സെക്രട്ടറി വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തി അവരുടെ കോൺഫിഡൻസ് ആർജിച്ചു. പ്രധാനമന്ത്രി വിദേശ തലവന്മാരുമായി സംസാരിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ബീഹാറിലെ നേരത്തെ നിശ്ചയിക്കപ്പെട്ട പരിപാടിക്ക് പോയത്. താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രധാനമന്ത്രി ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. ഞാൻ ചോദിച്ചത്, ഇപ്പോൾ വിദേശയാത്ര വെട്ടിച്ചുരുക്കി അദ്ദേഹം വരുന്നത് പോലും ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണല്ലോ. അപ്പോൾ അദ്ദേഹം മടങ്ങുകയാണ്, രാജ്യത്തേക്ക് തിരിച്ചു വരികയാണ്. അതേപോലുള്ള ഒരു പ്രാധാന്യം ഈ സർവകക്ഷി യോഗത്തിനുമുണ്ട്. പതിവുകൾ തെറ്റിക്കാനുള്ളതാണ്. നേരത്തെ നിശ്ചയിച്ച പരിപാടി, ആ പരിപാടി മാറ്റിവെക്കാം. പ്രധാനമന്ത്രിക്ക് വേണ്ടി ഉറപ്പായിട്ടും ആ വികസന പരിപാടികളുടെ ഉദ്ഘാടനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റാമല്ലോ. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. അതായത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാന്ന് പഞ്ചായത്തി രാജ് പ്രഖ്യാപിക്കപ്പെട്ട ദിവസം, അതായത് നമ്മുടെ ഭരണഘടനയിൽ അമെൻമെന്റ് കൊണ്ടുവന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനം സ്ഥാപിക്കപ്പെട്ട ദിവസം, ഈ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും നിക്ഷിപ്തമായിരുന്ന കേന്ദ്രീകൃത അധികാര സംവിധാനം, നയരൂപീകരണം മുതൽ പദ്ധതി നിർവഹണം വരെ കേന്ദ്രതലത്തിൽ നടക്കുന്ന പദ്ധതിയെ മാറ്റിക്കൊണ്ട്
വികേന്ദ്രീകൃതമായിട്ടുള്ള ജനാധിപത്യം സ്ഥാപിക്കപ്പെട്ട ദിവസം എന്നുള്ള രീതിയിലാണ് പഞ്ചായത്ത് രാജ് ദിനം ആചരിക്കുന്നത്. പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. ഞാൻ പറയുന്നത് ഈ സന്ദർശനം വെട്ടിച്ചുരുക്കിയില്ലെങ്കിലും സൗദി അറേബ്യയിൽ നിന്ന് അദ്ദേഹം ബീഹാറിലേക്കാണ് വരേണ്ടിയിരുന്നത്. ആ പ്ലാനിൽ മാറ്റം വരുത്തിയതല്ല. എന്തുകൊണ്ട് സർവകക്ഷി യോഗത്തിന് സംബന്ധിച്ചില്ല എന്നുള്ള ചോദ്യമുണ്ട്. സർവകക്ഷി യോഗം എന്തിനാണ് സംഘടിപ്പിക്കുന്നത്? എല്ലാ പാർട്ടികളെയും വിശ്വാസത്തിലെടുക്കാനും നിലവിൽ നിൽക്കുന്ന സംഭവങ്ങളുടെ വസ്തുതകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബോധ്യപ്പെടുത്താനും സർക്കാർ ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾക്ക് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടികളുടെയും പിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഇത് പ്രധാനമായിട്ടും രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ടൊരു വെല്ലുവിളിയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ആ യോഗത്തിൽ പങ്കെടുത്തത് രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, വിദേശകാര്യമന്ത്രി, ധനകാര്യമന്ത്രി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഈ പോർട്ട്ഫോളിയോസ് വഹിക്കുന്ന ആളുകളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് ആ മീറ്റിങ്ങിൽ അധ്യക്ഷനായിരുന്നത്. അതായത് ഡിഫൻസുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ കൺവീൻ ചെയ്യേണ്ടത് ഡിഫൻസ് മിനിസ്ട്രിയാണ്. ആ രീതിയിൽ ഡിഫൻസ് മിനിസ്ട്രിയാണ് ആ യോഗം കൺവീൻ ചെയ്തത്. രാജ്നാഥ് സിംഗ് ആണ് ആ യോഗത്തിലെ അധ്യക്ഷനായിരുന്നത്. പ്രധാനമന്ത്രി മുൻകൂറായി നിശ്ചയിച്ചിട്ടുള്ള പരിപാടിയിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് സർവകക്ഷി യോഗത്തിൽ എന്തെങ്കിലും നിലയ്ക്കുള്ള പോരായ്മ സംഭവിച്ചിട്ടില്ല. നോക്കൂ ശങ്കുട്ടിദാസ്, ഇത് ഇങ്ങനെ ഒരു ചോദ്യം ശക്തമായി ഉയരുന്നത് ഇപ്പോൾ ബീഹാറിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പില്ല എന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. 2019 ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്, ആക്രമണത്തിൻ്റെ സംഭവം ഒരു തിരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുകയാണ്. യു പി എ കാലത്തുണ്ടായിരുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ആ സമയത്ത് മോദിയുടെ പ്രസംഗമൊക്കെ ഇപ്പോൾ വല്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തെ വിദേശകാര്യമന്ത്രി രാജിവെക്കണം, പ്രധാനമന്ത്രി രാജിവെക്കണം തുടങ്ങിയുള്ള ആവശ്യങ്ങൾ ശക്തമായി മോദി ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ ഒരു രാജി ആവശ്യം പോലും പ്രതിപക്ഷം ഉന്നയിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രാജിയല്ല, ഇപ്പോൾ ഒരുമിച്ചാണ് നീങ്ങേണ്ടത് എന്നുള്ള ഒരു ഔചിത്യം അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് കൂടി ചേർന്നുള്ള ഒരു ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി തയ്യാറാകുക എന്നുള്ള മെസ്സേജാണ്. അങ്ങനെ ഒരു മെസ്സേജ് നൽകുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. എൻ്റെ ഉത്തരം നിങ്ങൾ മുഴുവൻ കേൾക്കൂ. ശരി, നിങ്ങളുടെ ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അതിൻ്റെ ഉത്തരവാണ് പറയുന്നത്. എൻ്റെ മുഴുവൻ കേൾക്കാനുള്ള സൗമനസ്യം കാണിക്കൂ. എന്ത് അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ രാജി ഈ സമയത്ത് ആവശ്യപ്പെടുക? ഈ കാര്യത്തിൽ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിട്ടുണ്ട് എന്നത് പുറത്തു വന്നിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ ഉണ്ട്, SOP ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇന്നലെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത് പുറത്തു വന്നിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിരുന്ന ഹാരിസ് ബീരാനാണ് പറഞ്ഞത് എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ള സെക്യൂരിറ്റി ലാപ്സ്. ഞങ്ങളാരും പുറത്തു വന്ന് പറഞ്ഞിട്ടില്ല. സർവകക്ഷി യോഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറയുന്ന ഉത്തരവാദിത്വം അല്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ മുൻകൂറായി പറയാത്തത്. അതിൽ ആ കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്നതിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ടവർ ശിക്ഷിക്കപ്പെട്ടത്. ശിവരാജ് പാട്ടീൽ രാജിവെച്ച് തോർക്കുന്നില്ലേ? ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ രാജിവെച്ച് തോർക്കുന്നില്ലേ? ശിവരാജ് പാട്ടീലിന്റെ രാജിയും ആവശ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നോക്കൂ, ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നൊന്നും ആരും പറയുന്നില്ല. കശ്മീരിൽ വേണ്ടത്ര സൈനികരെ നിയോഗിച്ചിരുന്നില്ല എന്നുള്ള വിമർശനം വരുന്നത് പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരിൽ, അതായത് BJP എല്ലാ കാലത്തും പിന്തുണച്ചുകൊണ്ടിരുന്ന GD ബക്ഷിയെ പോലുള്ളവർ പരസ്യമായി പറയുന്നുണ്ട് സൈന്യത്തെ വേണ്ട രീതിയിൽ വിന്യസിച്ചിരുന്നില്ല. അവിടെ 370 എടുത്ത് കളഞ്ഞ ശേഷം അവിടെയെല്ലാം സാധാരണഗതിയിലായി എന്നൊരു തോന്നൽ പൊതുവെ ഉണ്ടായിരുന്നു. അതൊരു വീഴ്ചയാണ്. ശ്രീമതി സ്മൃതി, ഈ ചോദ്യത്തിന് മൂന്നാമത്തെ തവണയാണ് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ ആ ഉത്തരം പറയുമ്പോഴെല്ലാം നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റ് എന്നെ പറയാൻ നിങ്ങൾ അനുവദിക്കണം. അതിനുശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അതായത് കശ്മീരിൽ 2019 കശ്മീരിൻ്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് പിൻവലിച്ചതിന് ശേഷം 5 വർഷത്തോളം കശ്മീരിൽ രാഷ്ട്രപതി ഭരണമാണ് ഉണ്ടായിരുന്നത്. അന്ന് അവിടുത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ നേരിട്ടാണ് നോക്കിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹർജി ഉണ്ടായി. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് ഹർജി സുപ്രീം കോടതിയിൽ ഉണ്ടായി. 2023 ഡിസംബർ 11 സുപ്രീം കോടതി ആർട്ടിക്കിൾ 370 പിൻവലിച്ച നടപടി ശരിവെച്ചുകൊണ്ട് വിധി പറഞ്ഞു. ആ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞു 2024 സെപ്റ്റംബർ 30 മുൻപായി തെരഞ്ഞെടുപ്പ് നടത്തുകയും താഴ്വരയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുകയും വേണമെന്ന് പറഞ്ഞു. ഈ വിധിക്കെതിരായിട്ട് കേന്ദ്ര സർക്കാർ അപ്പീൽ കൊടുത്തു. കാരണം എന്താണ്, 2025 സെപ്റ്റംബർ 30 എന്ന് പറഞ്ഞാൽ ഇനി 10 മാസത്തെ സമയമേ ആ സമയത്തിനുള്ളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. ഞങ്ങൾക്ക് 1 വർഷത്തെ എക്സ്റ്റൻഷൻ കൂടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആ 1 വർഷത്തെ എക്സ്റ്റൻഷൻ കൊടുക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. 2024 സെപ്റ്റംബർ 30 മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തണം, അവിടുത്തെ പുതിയ ലോക്കൽ ഗവൺമെന്റിനെ ഏൽപ്പിക്കണം അധികാരം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി. 2024 സെപ്റ്റംബർ 30 തെരഞ്ഞെടുപ്പ് നടന്നു. ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. ഇപ്പോൾ അവിടെ ഒരു പ്രാദേശിക ഭരണകൂടം ഉണ്ട്. അവിടെ കേന്ദ്ര സർക്കാരിന് രാഷ്ട്രപതി ഭരണത്തിൽ ഉണ്ടായിരുന്ന അത്രയും അധികാരങ്ങളില്ല. സംഭവിച്ചത് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ യോഗത്തിൽ അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രി വിളിച്ചില്ലെന്നേ ആ യോഗത്തിലേക്ക്. ഞാൻ മുഴുവൻ പറയട്ടെ. ബൈസരൻ വാലിയിൽ സാധാരണഗതിയിൽ ടൂറിസ്റ്റുകളുടെ സന്ദർശനം നടക്കാറുള്ളത് അമർനാഥ് യാത്രയ്ക്ക് ശേഷം മാത്രമാണ്.
ഈ ജൂൺ മാസത്തിൽ നടക്കുന്ന അമർനാഥ് യാത്രയ്ക്ക് മുൻപായിട്ട് സാധാരണ ബൈസറൻ വാലി ഈ ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുക്കാറില്ല. ഈ സമയത്ത് 20-ാം തീയതി ബൈസറൻ വാലി തുറന്നു കൊടുത്തത് കേന്ദ്ര സർക്കാരിന് അനുവാദത്തോട് കൂടിയിട്ടല്ല. അതാണ് ഹാരിസ് ബീരാൻ പറഞ്ഞത് സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം. കേന്ദ്ര സർക്കാരിനെ അറിയിക്കാതെ, കേന്ദ്ര സേനാ വിഭാഗങ്ങളെ അറിയിക്കാതെ പ്രാദേശിക ഗവൺമെന്റ് സ്വന്തം നിലയിൽ എടുത്തിട്ടുള്ള തീരുമാനമായിരുന്നു 20-ാം തീയതി തന്നെ ബൈസറൻ വാലി ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയോ മതിയായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുകയോ ചെയ്തിരുന്നില്ല. 22-ാം തീയതി ആക്രമണം ഉണ്ടായി. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്ന അറിഞ്ഞത്. ഇത് എവിടെയാണ് ഈ സ്ഥലം നിൽക്കുന്നത്? അതായത് അനന്തനാഗിൽ നിന്ന് 7 കിലോമീറ്റർ ഉള്ളിലേക്കാണ് പഹൽഗാം. ആ പഹൽഗാമിൽ നിന്ന് പോയിട്ടാണ് ബൈസറൻ വാലി. ഏതാണ്ട് 1 മണിക്കൂറോളം കാൽനടയായിട്ടോ കുതിരപ്പുറത്തോ മാത്രം യാത്ര ചെയ്യാവുന്ന സ്ഥലമാണ്. കാറോ മറ്റു വാഹനങ്ങളോ ഒന്നും വരുന്ന സ്ഥലമല്ല. അങ്ങനത്തെ ഒരു മേഖലയിൽ ടൂറിസ്റ്റുകളെ കടത്തിവിടുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂറായിട്ടുള്ള അനുമതി മേടിക്കേണ്ടതല്ലേ? കേന്ദ്ര സേനാ വിഭാഗങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തേണ്ടതല്ലേ? ഇത് ചെയ്യാതെ പ്രാദേശിക ഭരണകൂടം സ്വന്തം നിലയിൽ എടുത്തിട്ടുള്ള ടൂറിസ്റ്റുകളെ കടത്തിവിടുന്നു എന്നതിലല്ലോ, ഭീകരർ അവിടേക്ക് എങ്ങനെ എത്തി എന്നതിലാണല്ലോ ചർച്ച നമുക്ക്, അല്ലെ? ടൂറിസ്റ്റുകളെ എല്ലാവരെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ അവിടെ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത്. ആ നിരക്ക് അവിടെ വല്ലാതെ ഫ്ലറിഷ് ചെയ്തു എന്നുള്ളതാണല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട പോസിറ്റീവായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറയാൻ കാത്തിരിക്കുന്നു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ലീഗ് പ്രതിനിധി തന്നെ പറഞ്ഞത് അതാണല്ലോ എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെയല്ലല്ലോ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു മിനിറ്റ് ഒന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഒന്ന് പ്രതികരിച്ചോട്ടെ. ഈ ഭീകരർ ആരാണ്? ഈ ഭീകരർ എന്ന് പറയുന്നത് ഭീകരർ എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ മാത്രമല്ല, ലോക്കൽ ടെററിസ്റ്റുകൾ ഉൾപ്പെടെ. ആയിക്കോട്ടെ, അതാണ് ഇന്റലിജൻസ് സംവിധാനം, അതിനാണല്ലോ ഇന്റലിജൻസ് സംവിധാനം എന്നുള്ളത്, അതിനാണല്ലോ. അതിലെ 3 പേര്, അസിഫ് ഫൗജി, സലേമാൻ ഷാ, അബൂ തലെ എന്ന് പറയുന്ന 3 പേര്. ശരി, അതിലൊന്നും തർക്കമില്ല. അതിൽ 2 പേരുടെ വീടുകളാണ് ഇന്ന് സൈന്യം തകർക്കുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ വരാം ശങ്കുട്ടി ദാസ്. ഒന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അദ്ദേഹം ഇറങ്ങിയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞ ശേഷം. സൈന്യമല്ല, പ്രാദേശിക ഭരണകൂടം. ശരി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. ഇന്ത്യ ഗവൺമെന്റിന് ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. ഇന്റലിജൻസ് ലാബ്സ് ഇല്ല എന്ന് ശങ്കുട്ടി ദാസ് പറഞ്ഞാൽ, ഇന്റലിജൻസ് ലാബ്സ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ആളുകൾ കൊല്ലപ്പെടില്ലായിരുന്നു എന്ന ഒറ്റ വാക്കിൽ മറുപടി പറയാം. കാരണം അവർക്ക് ഇൻഫർമേഷൻ ഇല്ലായിരുന്നു അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. അതെങ്ങനെ സംഭവിച്ചു എന്നത് ഇനി പിൽക്കാലത്ത് അതിൻ്റെ മറുപടി വരുമായിരിക്കും. ഇപ്പം ഏതായാലും ഇപ്പോൾ അതൊരു സംശയം, ഒരു വിഷമമായി നമുക്ക് കിടക്കുകയാണ്. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ തീവ്രവാദികൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്നുണ്ട്, പാകിസ്ഥാൻ അല്ലെ AC അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന നടത്തിയിരിക്കുന്നുണ്ട്, അവരുടെ പർപ്പസ് ഇന്ത്യയെ ഡിസ്റ്റബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാശ്മീർ ഇഷ്യൂ ലൈവാക്കി വെക്കാനുള്ളതായിരിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അവരുപയോഗിച്ച വാക്കുകളൊക്കെ ഇന്ത്യയിൽ ഡിവിഷൻ ഉണ്ടാക്കുക എന്നുള്ള പർപ്പസിലൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലൊക്കെ നമ്മൾക്ക് ഗ്രീവൻസ് ഉണ്ട്. അതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും സീരിയസ് ഇഷ്യൂ ആണ്. കൊല്ലപ്പെട്ടു. ആ കൊലപാതകം നടത്തുന്ന പോലെ തന്നെ അപകടകരമായ ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ഒറ്റ വാക്ക് ഞാൻ പറയുകയാണ്. അതായത് രാജ്യത്ത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെതിരെ പോരാടാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് പറയുകയാണ്, രാജ്യത്ത് കേരള സംസ്ഥാനം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ സുപ്രീം കോടതി 2021 ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. ഹെയ്റ്റ് ക്യാമ്പയിൻ, ഹെയ്റ്റ് സ്പീച്ച് ഉണ്ടെങ്കിൽ അടിയന്തരമായി സുമോട്ടോ നടപടി ഗവൺമെൻറ്റുകൾ എടുക്കണം, ഇല്ലെങ്കിൽ അത് കണ്ടംപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന, നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയയിലേക്ക് പോയിക്കോളൂ, ഇവിടെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ, അതിശക്തമായി അഴിച്ചുവിടുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ട്. അതിനെതിരെ ഇത് ഒരു കൂടുതൽ ആൾ ചെയ്യുന്നില്ല, ഒരു മിനിസ്കൂൾ മൈനോറിറ്റിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ ആളുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ ആളുകൾക്ക് ആ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ അവരെ അടിയന്തരമായി തൂക്കി അകത്ത് കളയണം. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അതിന് തയ്യാറാകണം. നമ്മൾ 18 ഇഞ്ചോ 24 ഇഞ്ചോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. വാച്ച് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കണം. അതായത് സ്റ്റേറ്റ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അത് വാച്ച് ചെയ്യണം. അവിടെ നടക്കുന്ന ഓരോരുത്തരും ഇത്തരം ലിഞ്ചിങ് ആയിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുമായിട്ട് ഇറങ്ങുന്നുണ്ടോ അവരെ മൊമെൻറ്റിൽ അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് പോകാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് വരണം. രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സാഹചര്യമാണ്. അതിനിടയിൽ അതിന് വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെതിരെയുള്ള നടപടി എടുക്കുന്നില്ല എന്ന കൺസേൺ ഇന്നത്തെ ദിവസം നമുക്കുണ്ട്. നാളെ മുതൽ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും അവർ വാച്ചിങ് ഉണ്ടായേ മതിയാവൂ എന്നൊരു അഭിപ്രായമുണ്ട്. ഞാൻ ഇതിൽ നിന്നൊന്ന് പിന്മാറുകയാണ്. നിർമ്മൽ എബ്രഹാം, എന്താണ് ചേർത്ത് വെക്കാനുള്ളത്? അല്ല, എനിക്ക് ഇപ്പോഴും തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത് TRF ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ പോട്ടെ. ഇപ്പം നടന്ന TRFന്റെ ആക്രമണമാണ്. TRF ആയിട്ടുള്ള പാകിസ്ഥാൻ ബന്ധം സ്ഥാപിച്ചെടുത്താൽ 2-3 രീതിയിൽ തന്നെ ഒരു സിംബോളിക് അറ്റാക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ അതിനുപരി എക്കണോമിക് ആയിട്ടും ഡിപ്ലോമാറ്റിക് ആയിട്ടും തന്നെ പാകിസ്ഥാനെ തളർത്താൻ ഇപ്പോൾ വളരെ എളുപ്പമാണ്. അതിന് TRFനായിട്ടുള്ള അവരുടെ കണക്ഷൻ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പ്രൂവ് ചെയ്താലുള്ള ഗ്ലോബൽ സ്കെയിലിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത് ചൈനയുടെ കേസിൽ ഞാൻ ഇപ്പോഴും പറയുന്നു,
ഈ ഒരു സ്റ്റേജിൽ ഒരു പക്ഷേ ചൈന സഹായിക്കണമെന്നില്ല. പക്ഷേ ഒരു ഹൈ സ്കെയിൽ റിറ്റാലിയേഷനിലോട്ട് പോയാൽ ആരെങ്കിലും സഹായിക്കുമെങ്കിൽ തീർച്ചയായും ചൈനയായിരിക്കും. അതിന് 2 റീസൺസ് ഉണ്ട്, പെട്ടെന്ന് പറയാം. ഒന്ന്, ഇന്ത്യ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക്. ട്രേഡ് വാറിന്റെ കാര്യം പറഞ്ഞെങ്കിൽ ഇന്ന് ട്രംപിന്റെ വാർത്ത പുറത്തു വരുന്നത് 50 to 65% ടാരിഫ് കുറയ്ക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. രണ്ടാമത്തെ കേസ്, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ പോലുള്ള പ്രധാനപ്പെട്ട കോറിഡോറുകൾ പോകുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ. അതായത് ഇന്ത്യൻ ഓഷനിലോട്ട് ഡയറക്റ്റ് ആക്സസ് കിട്ടുന്ന ഒരു കോറിഡോർ. അതൊന്നും അവരൊരിക്കലും വേണ്ടെന്ന് വെക്കില്ല. അതുകൊണ്ട് കൈ ഒഴിയില്ല ഒരിക്കലും പാകിസ്ഥാന്. രണ്ടാമത്തെ സിറ്റുവേഷൻ, മുന്നോട്ട് ഏത് സിറ്റുവേഷൻ വന്നാലും ഇന്ത്യയെ ന്യൂട്രലൈസ് ചെയ്യാൻ പാകിസ്ഥാൻ അവർക്ക് തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും കരുതുന്നു ഒരു ഹൈ സ്കെയിൽ റിറ്റാലിയേഷൻ പോയ ഒരു പക്ഷേ ചൈന പാകിസ്ഥാന്റെ സപ്പോർട്ടിന് എത്തിയേക്കും. ആരെങ്കിലും എത്തുമെങ്കിൽ അത് ചൈനയായിരിക്കും. ഉറപ്പായിട്ടും നമ്മുടെ സമയം ഇപ്പോൾ അവസാനിച്ചുകൊണ്ടാണ്. വളരെ നന്ദി ഡോക്ടർ ജി ഗോപകുമാർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അഡ്വക്കേറ്റ് ചങ്കുട്ടി ദാസ്, ഡോക്ടർ മോഹൻ വർഗീസ്, നിർമ്മൽ എബ്രഹാം ചർച്ചയിൽ പങ്കെടുത്തതിന്. This is Reporter News Network.